أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد رب يسر ولا تعسر رب أرني حقائق الأشياء അഭിനന്ദനായ അധ്യക്ഷൻ, സ്നേഹവും ബഹുമാനമുള്ള ശ്രോതാക്കളെ, ദാതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓരോ മുസ്ലിമും ദിവസവും നമസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ 5 സമയവും ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. ഇനി നമസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഇസ്ലാമുമായിട്ട് ചെറുപ്പകാലത്തിലെങ്കിലും എന്തെങ്കിലും ചെറിയ ബന്ധമുണ്ടായിരുന്നെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ മനഃപ്പാഠമില്ലാത്ത ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നമ്മുടെ നാലുപാടുമുള്ള സമൂഹത്തിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞൊരു പ്രത്യേക ചടങ്ങ് തന്നെയുണ്ട്. മിക്കവാറും എല്ലാവർക്കും സുപരിചിതവുമാണ്. ഒരിക്കൽ ആനമല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു മുസൽമാനുമായി യാദൃശ്ചികമായി കണ്ടുമുട്ടുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഫാത്തിഹ ഉണ്ട്. ഞാൻ ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. ആ പാരയിൽ നിന്ന് ചരടെടുത്തു. ആ ചരടിൽ ഓരോ കെട്ടുകളുണ്ട്. അത് നാഗൂറിൽ നിന്ന് ഫാത്തിഹ എഴുതി ബസ് വഴി ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. 89 സംഭവം. 5 രൂപ ആ കാലത്ത് കൊടുത്താൽ ഒരു കെട്ടഴിച്ചിടും. അങ്ങനെ എനിക്കൊരു ഫാത്തിഹ ആവും. ഞാൻ പറഞ്ഞു വന്നത്, അയാളോടും ചോദിച്ച് ഫാത്തിഹ ഞാൻ 5 രൂപയും തരാം, ഞാനൊന്ന് ഓതി തരട്ടെ, നിങ്ങൾ വേണമെങ്കിൽ കെട്ടിട്ട് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും ചെയ്യാമെന്ന്. ഫാത്തിഹ ഓതി എന്ന് ചോദിച്ചു. അപ്പോൾ കക്ഷിക്ക് ഫാത്തിഹ അറിയില്ല. ഇത് മറ്റ് സ്റ്റേറ്റുകളിലുള്ള അവസ്ഥയാണെങ്കിലും നമ്മുടെ ഇവിടെ അത്തരത്തിലുള്ള ഫാത്തിഹക്കാരും ഉണ്ടാവുകയില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത്. അപ്പോൾ അയാൾ പറയുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേട്ടതെന്ന്. ഓതിക്കൊടുത്ത് ഞാൻ എടുത്തു. ഓതിക്കൊടുത്ത് ഞാൻ നമ്മുടെ PM ബഷീർ സാഹിബ് വരുന്ന കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ഫാത്തിഹ അറിയാത്തത് കൊണ്ട് ഓതിക്കൊടുക്കുമ്പോൾ അയാൾ ആകാംക്ഷയോടുകൂടി കേട്ടു. നമുക്ക് ഫാത്തിഹ അറിയാവുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ഫലം എന്നുകൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിൽ ദിവസവും ഓതുന്നത് അവസാനമായി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആമീൻ എന്ന് അത് കേൾക്കുമ്പോൾ നാം പറയുന്നു, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗത്തിൽ ആണ് ആ നേരായ മാർഗം. ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിന് വിധേയരായവരുടെ മാർഗത്തിലല്ല. വലദ്ദാലിൻ, വഴി പിഴച്ചവരുടെ മാർഗത്തിലുമല്ല. എന്താണ് ഇതിനർത്ഥം?
1400 സംവത്സരങ്ങളായി മുസ്ലിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിധത്തിലും അതിനൊരു വിഘ്നം ഉണ്ടായിട്ടില്ല. ഇനി 5 ഒക്കത്തില്ലെങ്കിൽ 3 ഒക്കത്തിലെങ്കിലും ഉണ്ടല്ലോ. 3 ഇല്ലാത്തവരാണ് പൊതുവെ 3 ഒക്കത്തെന്ന് പറയാറുണ്ട് ഉള്ളതെങ്കിലും സൂറ ഫാത്തിഹ അവരുടെ നമസ്കാരത്തിലുമുണ്ട്. കൈഫിയത്തു സലാത്തിന്റെ കിതാബ് ചെങ്ങന്നൂർ എഴുതിയിട്ടുണ്ട് എങ്ങനെയുള്ള നമസ്കാര ക്രമമെന്ന്. അതിൽ എല്ലാ ക്രമങ്ങളും നമ്മൾ കാണുന്നത് മാറ്റിയിട്ടുണ്ടെങ്കിലും സൂറത്തുൽ ഫാത്തിഹയെ മാറ്റിയിട്ടില്ല. ബാക്കി എല്ലാ ക്രമങ്ങളും മാറ്റിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇപ്പൊ നമ്മൾ എഴുത്തിദാലിൽ നിൽക്കുന്നത് എന്തിനാണ്? റസൂൽ തിരുമേനി അങ്ങനെ കാണിച്ചു തന്നു എന്നതാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. അനന്തരം റുക്കുവിന് വിരാമം ഇടുവാനും ശരീരത്തിനൊരു ആശ്വാസം നൽകുവാനും പിന്നീട് നിവർന്നു നിൽക്കുക എന്നാണ്. ആശ്വാസം നൽകാൻ വേറെ ആരെങ്കിലും ചെറുതായിട്ടും പുകവലിക്കാരനാണെങ്കിൽ അയാളുടെ ആശ്വാസം, വേറെ വല്ല ആളുവാണെങ്കിൽ അയാളുടെ ആശ്വാസം, വേറെ വല്ലതും ചെയ്താലും മതി. പക്ഷെ ഖുർആനിലുള്ളതൊന്നും അല്ലാതെ അങ്ങനെ അദ്ദേഹം തന്നെ അവിടെ നമസ്കാരം ഉണ്ടാക്കുകയാണ്. ഖുർആനിലുള്ളതോ സുന്നത്തിലുള്ളതോ ഞാൻ എടുക്കും, സുന്നത്തിലുള്ളതോ ഒന്നും എടുക്കൂല, ഹദീസിലുള്ളതോ എടുക്കൂല എന്ന് പറഞ്ഞ് എഴുതിയ നമസ്കാരത്തിന്റെ ക്രമത്തിൽ അനന്തരം ശരീരത്തിന് ആശ്വാസം നൽകാനും റുക്കുവിന് വിരാമം ഇടാനും എന്ന് അദ്ദേഹം തന്നെ കണ്ടെത്തിയതാണ്. ഒന്ന് നിവർന്നു നിൽക്കണം. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് അവിടെ ഉണ്ടാക്കുമ്പോഴും സൂറത്തുൽ ഫാത്തിഹ ഒഴിവാക്കിയിട്ടില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ ഈ അനുഗ്രഹം ചെയ്തവരുടെ കൂടെയായിരിക്കണം നാം എപ്പോഴും നിലകൊള്ളേണ്ടത് എന്നും വഴിപിഴച്ചവരുടെയും മാർഗഭ്രംശം നിമിത്തം വഴിപിഴച്ചവരുടെയും ദൈവകോപത്തിന് പാത്രീഭൂതരായവരുടെയും കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കണമെന്നും നമ്മെ പഠിപ്പിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിന്റെ തിരുമുമ്പിൽ 5 സമയം കുനിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നാണ് നമുക്ക് കൽപ്പന. പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ കർമ്മം കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അതല്ലാതെ പ്രാർത്ഥന മാത്രവും കർമ്മം അതിനെതിരുമാണെങ്കിൽ സംഭവിക്കുകയില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഓരോ മുസൽമാനും 5 സമയം ഇങ്ങനെ പ്രാർത്ഥിക്കണം, ആവർത്തിച്ച് പ്രാർത്ഥിക്കണമെന്ന കൽപ്പനയുണ്ടെങ്കിൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന, അവൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാർത്ഥന, അവൻ മുസ്ലിമായിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രാർത്ഥന, അവൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ട പ്രാർത്ഥന ഈ പ്രാർത്ഥന തന്നെയാണ്. ഇതിനേക്കാൾ പ്രാധാന്യമുള്ള എന്തെങ്കിലും ഒരു പ്രാർത്ഥന ലോകത്ത് നിന്നൊരു മുസൽമാനെ കിട്ടുകയില്ല. കാരണം അത്രയും പ്രാധാന്യത്തോടു കൂടിയാണ് അതിനെ സംബന്ധിച്ച് ദൈവകൽപ്പന ഉള്ളത്. ആ പ്രാർത്ഥനയിൽ പറയുന്ന മാർഗഭ്രംശം സംഭവിച്ച ആളുകൾ ആരാണ് എന്ന് ലോകത്തൊരു മുഫസ്സിറും തർക്കിച്ചിട്ടില്ല. അത് ക്രൈസ്തവതയിൽ അധിഷ്ഠിതമായ ഒരു വർഗമാണ് എന്ന്. അതിൽ കോപത്തിന് വിധേയരായ മഗ്ലൂബി അലൈഹിം എന്ന വിഭാഗം ജൂതരാണ് എന്ന കാര്യത്തിലും ലോകത്തൊരൊറ്റ മുഫസ്സിറും അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ പ്രാർത്ഥന 1400 സംവത്സരങ്ങളായി നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മർമ്മപ്രധാനമായ പ്രാർത്ഥന, ആ ദുആയിൽ 2 വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടരുതേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച ആ വിഭാഗം ഏതാണ്? അക്കാര്യത്തിലും പൂർവകാല മുഫസ്സിരിങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നില്ല. ഇക്കാലത്ത് അത് പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കുറുക്കൻ മുന്തിരിങ്ങക്ക് ചാടി കിട്ടാതിരിക്കുമ്പോൾ അത് കയ്പാണെന്ന് പറയാറുണ്ട്. കുറുക്കൻ പറഞ്ഞു കാണാൻ സാധ്യതയില്ല. അതേപോലെ ഇവര് പറയാറില്ല, എന്നാൽ അവരുടെ കർമ്മത്താൽ അവരുടെ പ്രവൃത്തിയാൽ അങ്ങനെയാണ് പറയുന്നത്. അനുഗ്രഹം ചെയ്തവർ അവര് അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായി?
കോപത്തിന് പാത്രീഭൂതരായ ആളുകളും ആവരുത്, മാർഗഭ്രംശം നിമിത്തം പിഴച്ചവരുമാകരുത്, അനുഗ്രഹം ചെയ്യപ്പെട്ട ആളുകളുമാവരുത് എന്ന നിലയിലായിത്തീരും. പിന്നെ എന്തിനാ പ്രാർത്ഥിച്ചത്? അനുഗ്രഹം ചെയ്ത ആളുകളാണെങ്കിൽ അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മാർഗഭ്രംശം സംഭവിച്ചത് ആര് എന്ന് ഖുർആൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ക്രൈസ്തവതയാണെന്ന് നാം പറയുന്നത്. അതേപോലെ ജൂതരാണ് കോപത്തിന് വിധേയരായവരെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനല്ല, മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പ്രഘോഷിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിൽ നാം തീരുമാനമെടുത്തത്. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലും അനുഗ്രഹീത കക്ഷി ഏത് എന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കുന്നതിന് എന്താണ് പ്രയാസം? ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഖുർആന്റെ ഏതെങ്കിലും ഒരു ആയത്തിന് അന്യഥാ വ്യാഖ്യാനിക്കുകയോ അർത്ഥം മാറ്റി പറയുകയോ ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രസംഗത്തിന് ശേഷം നിങ്ങൾക്ക് അത് എന്നോട് ചോദിക്കാം. അതല്ല എങ്കിൽ ഖുർആൻ പറയുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള കാരണം എന്തെന്ന് നിങ്ങളാണ് അന്വേഷിക്കേണ്ടത്. ഖുർആനിൽ നിന്ന് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. എന്താണ് മാറി നിൽക്കുന്നതിനുള്ള കാരണം എന്ന് കൂടെ പറയും. ഖുർആൻ പറയുന്നു, വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീമ. അവരെ നാം സിറാത്തെ മുസ്തഖീമിൽ വഴി നടത്തിയിരിക്കുന്നു. സൂറത്തുൻ നിസ 4-ാമത്തെ അധ്യായം 69-ാമത്തെ വചനം. നാം അവരെ മുസ്തഖീമായ നേരായ മാർഗത്തിൽ വഴി നടത്തിയിരിക്കുന്നു. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നീ നേരായ മാർഗത്തിൽ വഴി നടത്തണമേ. വഹദൈനാഹും സിറാത്തുൽ മുസ്തഖീമ, സിറാത്തുൽ മുസ്തഖീമിൽ നാം അവരെ വഴി നടത്തിയിരിക്കുന്നു. വാക്കുകളൊന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഒരു വിഭാഗത്തെ അല്ലാഹു സിറാത്തുൽ മുസ്തഖീമിൽ വഴി നടത്തിയതാണ്. വമൻ യുതിഇല്ലാഹ വറസൂല, ആര് ഈ റസൂലിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിക്കുന്നുവോ, അതേപോലെ അല്ലാഹുവിനെ അനുസരിക്കുന്നുവോ, ഫഉലൈക അക്കൂട്ടർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂട്ടത്തിലാണ് ഇരിക്കേണ്ടത്. സിറാത്തെ മുസ്തഖീമിൽ വഴി നടത്തിയ ആളുകൾ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഞങ്ങളെ നീ വഴി നടത്തണമേ അല്ലാഹുവിന്റെ അനുഗ്രഹം ചെയ്തവരുടെ കൂട്ടത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലാഹു പറയുന്നു, സിറാത്തെ മുസ്തഖീമിൽ വഴി നടത്തപ്പെട്ട ആളുകൾ ഫൗലൈക മഅല്ലദീന അൻഅമല്ലാഹു, അക്കൂട്ടരാണ്. ഫൗലൈക അക്കൂട്ടരാണ്. മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അല്ലാഹു അനുഗ്രഹം ചെയ്തവരുടെ കൂട്ടത്തിലാണ് നിൽക്കാറുള്ളത്. അവർ വേറെ ആരെയും കൂട്ടത്തിൽ പോയിരിക്കുകയില്ല. അവർ കോപിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, മഗ്ദൂബിന്റെ കൂട്ടത്തിലല്ല, ലാലിന്റെ കൂട്ടത്തിലല്ല, മറിച്ച് അല്ലാഹുവിന്റെ ഇനാമിന് പാത്രീഭൂതരായ ആളുകളുടെ കൂട്ടത്തിലാണ് നിൽക്കുക. അതാരാണ്? മിനൻ നബിയ്യീന, അത് നബിമാരിൽ ഉൾപ്പെട്ടവരുണ്ട്. ആ അൻഅംത അലൈഹിം എന്ന് പറഞ്ഞ വിഭാഗം നബിമാരിൽ നിന്നുള്ള ആളുകളുണ്ട്. വസ്സിദ്ദീഖീന, സിദ്ദീഖീങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. വസ്സുഹദായി, ശുഹദാക്കളിൽപ്പെട്ട ആളുകളുണ്ട്. വസ്സാലിഹീന, സാലിഹീങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. വഹസുന ഉലൈക റഫീഖ, ഈ പറയുന്ന 4 വിഭാഗത്തിലുള്ള ആളുകളും അവർക്ക് ഉത്തമരായിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് അലി ഇസ്ലാം നൽകിയ ഒരു തർജ്ജമയാണ് ഞാൻ കേൾപ്പിച്ചത്. അതായത് ഈ 4 വിഭാഗത്തിലുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ചെയ്യപ്പെട്ട ആളുകൾ, അനുഗ്രഹം അള്ളാഹു ചെയ്തിട്ടുള്ള ആളുകൾ. മുസ്തഖീമായ മാർഗത്തിൽ ചരിക്കുന്ന ആളുകൾ അവരെ എവിടെ കണ്ടാലും അവരുടെ കൂട്ടത്തിലേ ഇരിക്കുകയുള്ളൂ. മാഅലൈഹി വസഹബി, ഞാനും എന്റെ സഹാബത്തും നടന്ന വഴിയിൽ എന്ന് പറയുന്നുണ്ട്.
അങ്ങനെ തന്നെ തർജ്ജമ എടുത്താലും, അതതിന്റെ യഥാർത്ഥ തർജ്ജമ ഞാനും എന്റെ സഹാബത്തും ഉള്ള നിലയിൽ എന്നെടുത്താലും, ആ കാലഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവിർഭവിച്ച കാലഘട്ടത്തിൽ ജൂതരുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. വിശ്വാസികൾ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച ആളുകൾ ആരുടെ കൂട്ടത്തിലാണ് ഇരുന്നത്? ജൂതന്മാരുടെ കൂട്ടത്തിൽ പോയിട്ടല്ല, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പോയിട്ടല്ല, മറിച്ച് നബിമാരുടെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന ഖുർആന്റെ കൽപ്പന അനുസരിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിലാണ് ഇരുന്നത്. അതേപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലാണ് ഇരുന്നത്. അതേപോലെ അവിടെ ശുഹദാക്കളുടെ കൂട്ടത്തിലാണ് ഇരുന്നത്, സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് ഇരുന്നത്. സാലിഹ് എന്നതാണ് അതിൽ ഏറ്റവും താഴെയുള്ളത്. പക്ഷെ ഖുർആന്റെ ശൈലി അനുസരിച്ച്, ഖുർആൻ വ്യക്തമായി പറഞ്ഞതനുസരിച്ച് സാലിഹി എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ ഫസാദ് ഉണ്ടാവുകയില്ല. ഫസാദിൽ സകല വിധത്തിലുള്ള വ്യക്തിപരവും സാമൂഹികവുമായിട്ടുള്ള സകല ഫസാദിൽ നിന്നും വിമുക്തനായ ആളെ മാത്രമേ ഖുർആൻ സാലിഹി എന്ന പദം കൊണ്ട് വ്യവഹരിച്ചിട്ടുള്ളൂ. അത് പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ ആളുകളായിട്ടുള്ളൂ. ആ സാലിഹ്യങ്ങൾ, അത്തരത്തിലുള്ള ശുഹദാക്കൾ, അത്തരത്തിലുള്ള സിദ്ദീഖീങ്ങൾ, അതേപോലുള്ള നബിമാർ എവിടെയുണ്ടോ അവരുടെ കൂട്ടത്തിൽ ഇരിക്കണമെന്ന കൽപ്പനയനുസരിച്ച് സഹാബത്തിരുന്നത് അവരുടെ കൂട്ടത്തിലാണ്, മാറിയിരിക്കാൻ പോയില്ല. അവർ ഉത്തമ സുഹൃത്തുക്കളാണ്. ഈ 4 കൂട്ടത്തിലുള്ളവർ മാത്രമല്ല, അവരുടെ കൂടെ ഇരുന്ന ആളുകളാണ് അവരുടെ റുഫഖാക്കൾ, അവരുടെ റഫീഖുകൾ, അവരുടെ സുഹൃത്തുക്കൾ. 4 കൂട്ടരും സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം അന്നമല്ലാഹു അലൈഹിം എന്ന ഗ്രൂപ്പിലാണ്. അപ്പൊ ആ സൗഹൃദം, അതാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ സാഫല്യം. സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും നബിമാരുടെയും സൗഹൃദമാണ്, അവരുടെ സഹവാസമാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അമുസ്ലിമായ ഒരാളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത്. കാരണം ഖുർആന്റെ കൽപ്പനയാണ് കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സാദിഖീങ്ങളുടെ കൂടെയാണ് നിലകൊള്ളേണ്ടത് എന്ന് ഖുർആൻ ആവർത്തിച്ച് പറയുന്ന ഒരു തത്വമാണ്. നിങ്ങൾ സാലിഹീങ്ങളുടെ കൂട്ടത്തിലാണ് നിൽക്കേണ്ടത്, ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ചേരരുത്. കാരണം ചാണകത്തോടടുത്താൽ ചാണകം മണക്കും, ചന്ദനത്തോടടുത്താൽ ചന്ദനം മണക്കും. നബി തിരുമേനി തന്നെയും പറഞ്ഞത്, നല്ല ഒരുത്തന്റെ അടുത്തിരിക്കുന്നവൻ കസ്തൂരി വിൽക്കുന്നവന്റെ അടുത്തിരിക്കുന്നവനെ പോലെയാണ്. അവന് കസ്തൂരിയുടെ സാമ്പിൾ കൊടുക്കും, അതല്ലെങ്കിൽ അതിന്റെ മണം കിട്ടും, അതല്ലെങ്കിൽ അവൻ പൈസ കൊടുത്ത് അല്പം വാങ്ങും. സുഗന്ധം വിൽക്കുന്നവന്റെ അടുത്ത് നിന്നാൽ ഇതാണ്. അതല്ല, ഒരാള് കെട്ടവന്റെ അടുത്താണ് ഇരിക്കുന്നെങ്കിൽ, ദുഷ്ടന്റെ അടുത്താണ് ഇരിക്കുന്നെങ്കിൽ, ദുർവൃത്തന്റെ അടുത്താണ് ഇരിക്കുന്നെങ്കിൽ അതിനുദാഹരണം എന്താണ്? അവൻ കൊല്ലന്റെ അടുത്തിരിക്കുന്നവനാണ്. കൊല്ലൻ തീയരിക്കുമ്പോൾ അവന്റെ വസ്ത്രത്തെയോ ശരീരത്തെയോ എരിച്ചു കളയും. അതല്ലെങ്കിൽ അവിടെ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന പുക അവന് ലഭിക്കും. അവന്റെ വസ്ത്രത്തിൽ കരി ഉണ്ടായിരിക്കും, അല്ലാത്തതൊന്നും അവന് കിട്ടുകയില്ല. അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ നബി തിരുമേനി മനസ്സിലാക്കി തന്നതും സഹാബത്തിന്റെ സുന്നത്തും എന്താണ്? നബിമാരുടെയും സിദ്ദീഖീങ്ങളുടെയും സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും കൂട്ടത്തിൽ ഇരിക്കുക എന്ന ഖുർആന്റെ ഈ കൽപ്പന ഇവിടെ ഉണ്ടായിരിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതിനുള്ള സാഹചര്യം അല്ലാഹു ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പ്രായോഗിക യോഗ്യമല്ലാത്ത ഖുർആനാണെന്ന് പറയേണ്ടി വരും. പ്രാർത്ഥിക്കാം, പക്ഷേ കിട്ടുകയില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെയാണോ ഖുർആൻ?
ഖുർആൻ ദാലികൽ കിതാബു ലാ റൈബ ഫീഹി, ഖുർആൻ സമ്പൂർണ്ണ ഗ്രന്ഥമാണ്, അതിൽ സന്ദേഹങ്ങളില്ല, അതിൽ മുസീബത്തുകളില്ല, അതിൽ യാതൊരു വിധത്തിലുള്ള കഷ്ടപ്പാടുകളുമില്ല. റൈബിന്റെ അർത്ഥമാണത്. ഹുദൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് മാർഗദർശനമാണ്. അപ്പൊ മുത്തഖീങ്ങൾക്ക് മാർഗദർശനമായിട്ടുള്ള ഖുർആൻ മുത്തഖിയാകുന്നതിന് വേണ്ടി സാദിഖീങ്ങളുടെ കൂട്ടത്തിലിരിക്കണമെന്ന് കൽപ്പിച്ച ഖുർആൻ, തഖ്വയനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടി പ്രവാചകന്മാരെ അയക്കുമെന്ന് പറയുന്ന ഖുർആൻ, അതിന് മാർഗദർശനം നൽകിയതനുസരിച്ച് ഒരാൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ അവിടെ ആളില്ലാതെ വന്നാൽ ഖുർആൻ എങ്ങോട്ടാണ് വിളിച്ചുകൊണ്ടുപോയത്? ആ ഒരവസ്ഥയാണ് മറ്റ് മതസ്ഥർക്കുള്ളത്. മറ്റു മതങ്ങളിൽ നബിയുടെ കൂടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ സാധ്യമല്ല. കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതോടുകൂടി സകല നുബുവത്തുകളുടെയും അധികാരങ്ങളെയും സകല ശരീഅത്തുകളുടെയും അധികാരങ്ങളെയും നിർത്തിക്കൊണ്ട് അവയെ നിലനിർത്തുന്ന ശാശ്വതവും സർവസമ്പൂർണമായ ഒരു ശരീഅത്തോടുകൂടി വന്നു. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നതിന് ശേഷം അള്ളാഹുവിന്റെ ദിവ്യഭാഷണം നിരന്തരം ലഭിക്കുന്ന ഒരൊറ്റ ആളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലല്ലാതെ നബി തിരുമേനി അനുഗമിക്കാതെ ഖുർആൻ അനുഗമിക്കാതെ ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല. അപ്പൊ വിശുദ്ധ ഇസ്ലാമിന്റെ, വിശുദ്ധ ഖുർആന്റെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സജീവതയ്ക്ക് തെളിവാണ് ജീവൽ ദൈവവുമായി ബന്ധം പുലർത്തുവാനുള്ള മാർഗം ഇവിടെ ഉണ്ട് എന്നുള്ളത്. അവിടെ ഈ ഒരു കാര്യം എന്താണ്? അങ്ങനെ ഒരു ബന്ധം ഉണ്ടായാൽ സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സാലിഹീങ്ങളും അമ്പിയാക്കളുമുള്ള ഒരു കൂട്ടരുണ്ടായാൽ ദാലികൽ ഫദ്ലു മിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ള ഫദ്ലാണ്. എന്നാൽ എതിർക്കുന്ന ആളുകൾ എന്താണ് പറയുന്നത്? നുബുവത്തിന് ഉണ്ടാവുകയില്ല, അത് അല്ലാഹുവിൽ നിന്നുള്ള ഫദ്ലൊന്നുമല്ല. അവർ പറയുന്ന വാക്ക് എനിക്ക് പറയാനൊന്നും നിവൃത്തിയില്ല. അല്ലാഹുവിന്റെ ഫദ്ലാണത്. അല്ലാഹുവിന്റെ ഫദ്ലാണെന്ന് അല്ലാഹ് ചൂണ്ടിക്കാണിച്ച ആ ഫദ്ല് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഇല്ല എന്ന് പറയുന്ന ആളുകളോട് നുബുവത്ത് ഉൾപ്പെടെ അല്ലാഹു കാണിച്ചിട്ടുള്ള ആ ഫദ്ല്, ആ അനുഗ്രഹം, ഫദ്ൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് നൽകപ്പെട്ട അനുഗ്രഹത്തിന്റെയും മുകളിൽ ഒഴുകി വരുന്ന അനുഗ്രഹം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉദാഹരണ സഹിതം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊള്ളും, അതിന്റെ മുകളിൽ വീണ്ടും വെള്ളം ഒഴിച്ചാൽ പുറത്തേക്ക് ഒഴുകുന്നതിനെയാണ് ഫദ്ൽ എന്ന് അറബിയിൽ പറയുന്നത്. അവിധത്തിൽ പരിധിയും പരിമിതിയുമില്ലാത്ത അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് ദാലികൽ ഫദ്ലു മിനല്ലാഹ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള ഫദ്ൽ. ആ ഫദ്ലിനെ കുറിച്ച് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം? ഖുർആൻ വീണ്ടും പ്രഖ്യാപിക്കുന്നതിനെ നിഷേധിക്കുകയാണ്. തിരുനബിയെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ വബശ്ശിരിൽ മുഅ്മിനീന ബിഅന്ന ലഹും മിനല്ലാഹി ഫദ്ലൻ കബീറാ. ഓ പ്രവാചകരെ, താങ്കളെ നാം ഷാഹിദും മുബശ്ശിറും നദീറുമായി അയച്ചിരിക്കുന്നു. അതായത് വരാനിരിക്കുന്ന ലോകാവസാനം വരേക്കുള്ള സകല മനുഷ്യരും അല്ലാഹുമായി ബന്ധം പുലർത്തുന്നുവെങ്കിൽ അതിന് സാക്ഷി താങ്കളായിരിക്കും. താങ്കളെ സാക്ഷി പിടിക്കാനത് സാധ്യമല്ല.
താങ്കളാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള മുഴുവൻ സമൂഹത്തിനും ഷഹീദായി വരുന്നത്. വജീന, താങ്കളെ നാം കൊണ്ടുവരും. ഹൗലായി ഷഹീദ അല ഹൗലായി ഷഹീദ, ഈ ഉമ്മത്തിന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഉമ്മത്തിന് ഷഹീദായിക്കൊണ്ട് അവരുടെ ഈമാൻ ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത്, തീരുമാനിക്കുന്നത് താങ്കളുടെ ഷഹാദത്ത് അനുസരിച്ചായിരിക്കും. അതേപോലെ വമുബശ്ശിറ, അവരുടെ ജീവിതത്തിന്റെ സകല സന്തോഷങ്ങളും താങ്കൾ പറഞ്ഞ സന്തോഷങ്ങൾ മാത്രമായിരിക്കും. വനദീറ, അവരുടെ ജീവിതത്തിന്റെ സകല ഭയപ്പാടുകളും താങ്കൾ ഭയപ്പെടുത്തിയ കാര്യങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഇംഗിതാനുസരണം, അവന്റെ കൽപ്പന പ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്ന് പറയുമ്പോൾ ഒരു സാധാരണ വാക്കല്ലാതെ അള്ളാഹ് നിശ്ചയിച്ച വഴിയിലൂടെ, അള്ളാഹു ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ, അള്ളാഹുവിന്റെ സഹായം ഇറങ്ങുന്ന വഴിയിലൂടെ, അള്ളാഹുവിന്റെ സവിശേഷമായിട്ടുള്ള പിന്തുണയോടുകൂടിയുള്ള വഴിയിലൂടെ, ഇതൊക്കെ ഇതിന് ഖുർആൻ പ്രയോഗിച്ച സ്ഥലങ്ങളിൽ അതിന്റെ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് കാണാം. ആ വഴിയിലൂടെയാണ് താങ്കൾ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയാണ് അള്ളാഹുവിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുന്നതെങ്കിൽ 1400 സംവത്സരങ്ങളായി ആ നബി തിരുമേനിയെ പ്രതിദാനം ചെയ്തിരുന്ന സകല മുജദ്ദിദീങ്ങളും അള്ളാഹുവിന്റെ ഔലിയാക്കളും അള്ളാഹുവിന്റെ ഇതിനോടുകൂടി ക്ഷണിച്ചു. അവരെ അനുഗമിച്ച് അവരുടെ കൂടെ ഇരുന്ന ആളുകള് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി തന്നെ ജനങ്ങൾ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. വസിറാജം മുനീറ, കത്തിച്ചൊലിക്കുന്ന വിളക്കുമായി, സൂര്യനായി താങ്കൾ അയച്ചിരിക്കുന്നു. ആ ഇതിനുകൊണ്ട് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ, മുഹമ്മദ് നബി മുബശ്ശിറും മുൻദിറുമായിരിക്കുന്ന സമൂഹത്തിൽ, മുഹമ്മദ് നബിയെ സാക്ഷിയായി അംഗീകരിക്കുന്ന സമൂഹത്തിന് വബശ്ശിരിൽ മുഅ്മിനീൻ, അക്കാര്യങ്ങളിൽ വിശ്വാസമർപ്പിച്ച മുഅ്മിനീങ്ങൾക്ക് നീ സുവാർത്ത നൽകുക. പ്രത്യേകമായി അന്നലഹും മിനല്ലാഹി ഫദ്ലൻ കബീറ, അല്ലാഹുവിൽ നിന്ന് മഹത്തായ ഫദ്ൽ അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൽ നിന്ന് ഫദ്ൽ ലഭിക്കുമെന്ന് പറഞ്ഞ ആ കാര്യം, ദാലിക്കൽ ഫദ്ലു മിനല്ലാഹ്, അല്ലാഹുവിനുള്ള ഫദ്ൽ അതാണെന്ന് ചൂണ്ടിക്കാണിച്ചു തന്ന ഫദ്ൽ നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ തുടങ്ങിയ ആളുകൾ ഈ ഉമ്മത്തിൽ ഖിയാമത്ത് വരെയും വരും. അവരുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഫദ്ൽ ലഭിക്കുക. അവരാണ് യഥാർത്ഥത്തിലുള്ള കൂട്ടുകാർ, അവരാണ് മുഅ്മിനീങ്ങൾ, അവരാണ് നബി തിരുമേനിയെ മുബശ്ശിറും മുൻദിറും താക്കീതുകാരനും സുവാർത്തകനും ഷാഹിദും ദാഇയൻ ഇലല്ലാഹുമായി അംഗീകരിച്ചിട്ടുള്ള ആളുകൾ. ഇതല്ലാത്ത വേറൊരാളെ ഖുർആനിൽ നിന്ന് എടുത്തു തരാൻ ആർക്കാണ് സാധിക്കുക എന്നാണ് എനിക്കറിയാനുള്ളത്. നമ്മൾ അറബി കോളേജ് ഉണ്ടാക്കിയാൽ പറ്റുമോ? 4 ആൾ കൂടി സംഘടന ഉണ്ടാക്കിയാൽ പറ്റുമോ? പണ്ഡിതന്മാരുടെ സഭയ്ക്ക് സാധിക്കുമോ? ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഈ നാട്ടിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ ഫദ്ലിന് വേണ്ടി സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന കൂട്ടത്തിൽ, അല്ലാഹുവിന്റെ അനുഗ്രഹം കിട്ടിയ കൂട്ടത്തിൽ ഇരിക്കുന്നതിന് വേണ്ടി ലോകത്തുണ്ടോ എന്ന കാര്യമാണ് അന്വേഷിക്കേണ്ടത്. ഇതല്ലാത്ത മറ്റൊരു മാർഗം ഇല്ല എന്ന് ഖണ്ഡന ഭയമില്ല ഞാൻ പറയുകയാണ്. ഖുർആൻ കൊണ്ട് സാധിക്കാൻ സാധ്യമല്ല, ഹദീസ് കൊണ്ടും സാധിക്കാൻ സാധ്യമല്ല. അടുത്തത്, ആ സവിശേഷമായ സ്ഥാനത്തെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു എങ്ങനെ വിശദീകരിച്ചു എന്ന് നോക്കാം. ഖുർആൻ പറയുന്നു, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലുള്ളാഹി വഖാതമൻ നബിയ്യീൻ. മുഹമ്മദ് നിങ്ങളെപ്പോലുള്ള ഒരു പുരുഷന്റെയും പിതാവല്ല, നിങ്ങളിലുള്ള ഒരുത്തന്റെയും പിതാവായിരുന്നില്ല, ഇപ്പോഴല്ല, ഇനി ആവുകയുമില്ല. വലാകിൻ, പക്ഷേ
സാധാരണ ഈ പുരുഷന്മാരുടെ പിതാവെന്ന നിലയിലല്ല എങ്കിലും പക്ഷേ ലാക്കിൻ എന്ന് പ്രയോഗിച്ചാൽ മുമ്പ് പറഞ്ഞ രണ്ട് പ്രസ്താവനയുടെ മധ്യത്തിൽ ലാക്കിൻ എന്ന് പ്രയോഗിച്ചാൽ ലിൽ ഇസ്തിദ്റാക്കി, മുമ്പ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു കാര്യത്തിന്റെ സംശയത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടിയാണ് അത് വന്നിട്ടുള്ളത്. അതിൽ സംശയമുള്ള അറബി അറിയാവുന്ന ആരും ഉണ്ടാവുകയില്ല എന്ന് എനിക്കറിയാം. മുമ്പ് പറഞ്ഞൊരു പ്രസ്താവനയിൽ ഉള്ള സംശയത്തിന്റെ ദൂരീകരണത്തിനാണ് ലാക്കിൻ എന്ന പദം അറബിയിൽ പ്രയോഗിക്കുക എന്ന കാര്യത്തിൽ സംശയമുള്ള അറബിയുടെ എട്ടും പൊട്ടും തിരിയുന്ന ആരും ഉണ്ടാവുകയില്ല. മറ്റൊന്ന്, മുമ്പ് പറഞ്ഞ കാര്യത്തിൽ ഉള്ള പ്രസ്താവനയെ അടുത്ത് ലാക്കിന് ശേഷം പറയുന്ന പ്രസ്താവനയിൽ സ്ഥിരീകരിക്കും ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നിരാകരിക്കുകയും ചെയ്യും. അറബി ഭാഷ സ്വല്പം കൂടി പഠിച്ചവർക്ക് അക്കാര്യം അറിയാം. അതല്ലെങ്കിൽ ഖുർആനിൽ എവിടെയൊക്കെ ലാക്കിന് വന്നോ അവിടെയൊക്കെ ഇത് നോക്കിയാലും മതി, എളുപ്പമുള്ള പണിയാണ്. അല്ലെങ്കിൽ അറബിയിൽ എവിടെയെങ്കിലും ലാക്കിനുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പുരുഷന്റെയും പിതാവല്ല. സാധാരണഗതിയിൽ അബൂവത്ത് അഥവാ പിതൃത്വം എന്ന് അവകാശപ്പെടാവുന്ന ജഡികമായ പിതൃത്വം, റിജാലുൻ ദക്കറുൻ ബാലിഗുൻ, പ്രായപൂർത്തിയായ ഒരു മനുഷ്യനെ പിതൃത്വം എന്ന് അവകാശപ്പെടുന്ന ഒരവസ്ഥ മുഹമ്മദ് നബിക്ക് മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവുകയുമില്ല. ഞാൻ അങ്ങനെ തർജ്ജമ ചെയ്യാൻ കാരണം അത് ജുംല ഇസ്മിയ നാമവാക്യമാണ്. അതിനുശേഷം ആ പിതൃത്വം അവിടെ ഇല്ല എങ്കിൽ മറ്റൊരു പിതൃത്വം ഇവിടെ ഉണ്ട്. കാരണം മുമ്പ് നിഷേധിച്ചതിനെ വേറൊരർത്ഥത്തിൽ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പിതൃത്വമില്ല എങ്കിൽ ഒന്നുമില്ലാത്ത ഒരാളോ അബുത്തറാണോ അല്ല. ശത്രുക്കൾ ആക്ഷേപിച്ചു അബുത്തർ സന്താനരഹിതൻ എന്ന് ആക്ഷേപിച്ചു, അതല്ല. ഇത് വേറെ പശ്ചാത്തലമൊന്നുമല്ല, ഖുർആനിലുള്ള പശ്ചാത്തലമാണ്. ശത്രുക്കൾ ആക്ഷേപിച്ചതുപോലെ സന്താനരഹിതനും വാലറ്റവനുമല്ല. ആ പിതൃത്വം നിഷേധിച്ചു എന്ന കാരണത്താൽ ഒരിക്കലും നബി തിരുമേനി അബുത്തറാവുകയില്ല. മറിച്ച് അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ അതേ ആയത്തിന്റെ മുകളിലുള്ള ആയത്തിൽ ദൂതന്റെ ഭാര്യമാർ, സഹധർമ്മിണിമാർ, മുഅ്മിനീങ്ങൾക്ക് മാതാക്കളാണ് എന്ന് പറഞ്ഞു ഓതി വരുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞാൽ അത് പിതാവാണ് എന്ന കാര്യം നിഷേധിക്കേണ്ടതില്ല. ഇതിന്റെ നേരെയുള്ള ആയത്തിൽ ഓതി വരുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് ആ പ്രവാചകന്റെ പത്നിമാർ മാതാക്കളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാന്റെ ദൂതനാണ് എന്ന് പറയുമ്പോൾ ആ ദൂതൻ അവർക്ക് ആത്മീയ പിതാവാണ് എന്ന് പറയാം. എന്തുകൊണ്ട് പറയണം? അബൂവത്ത് പിതൃത്വത്തെ നിഷേധിക്കുമ്പോൾ മറ്റൊരു വിധത്തിലുള്ള പിതൃത്വത്തെ അംഗീകരിക്കുന്ന ഒരു തർജ്ജമയെ അടുത്ത വാക്കിൽ കൊടുക്കാൻ നിവൃത്തിയുള്ളൂ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ഖുർആനിൽ ഈ പദം പ്രയോഗിച്ച എല്ലാ സ്ഥലങ്ങളുടെയും അടിസ്ഥാനത്തിൽ. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മുഅ്മിനീങ്ങൾക്കും പിതാവാണ്. ലാക്കിൻ എന്ന് പ്രയോഗിച്ചതിന് ശേഷം അത്ഫിന്റെ വാവ്, അതായത് നേരത്തെ പറഞ്ഞതും ഇനി ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യം അതിനേക്കാൾ കൂടുതൽ എംഫസിസ് ചെയ്യുന്ന, അതിനേക്കാൾ കൂടുതൽ ശക്തി നൽകുന്ന, അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ തെളിയിക്കുന്ന ഒന്നേ പ്രയോഗിക്കാൻ പാടുള്ളൂ. ഫസാഹത്തിന്റെയും ബലാഗത്തിന്റെയും അറബി സാഹിത്യ ചാതുരിയുടെ അടിസ്ഥാനങ്ങൾ അനുസരിച്ച്. അപ്പോൾ സാധാരണ മുഅ്മിനീങ്ങളുടെ പിതാവല്ല എന്ന് പറയുമ്പോൾ അത് അടുത്ത ശേഷം ഖാത്തമുൻ നബിയീൻ, നബിമാരുടെ പിതാവാണ് എന്ന് പറയേണ്ടി വരും. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഖാത്തമ് എന്നതിനർത്ഥം സീല് എന്നേ ഉള്ളൂ. വാക്കിന്റെ നേർക്കുനേരെ അർത്ഥം അതാണ്. വാക്കിന്റെ നേർക്കുനേരെ അർത്ഥം നൽകാൻ അവിടെ നിവൃത്തിയില്ല. കാരണം നബി തിരുമേനി പ്രവാചകന്മാർക്ക് സീലടിക്കാൻ ഒരു സീലും എടുത്ത് നടക്കുന്നില്ല. ഖാത്തമിന് അന്ത്യം നല്ല അർത്ഥം ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ലോകത്തെവിടെയെങ്കിലും ഒരു സമൂഹ നാമത്തോടുകൂടി ഏതെങ്കിലും ഒരു കാട്ടറബിയെങ്കിലും
ഖാത്തം എന്ന പദം സമൂഹനാമത്തോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞ് അതിന് അന്ത്യം അർത്ഥം കൊടുത്തതായിട്ട് ഏതെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ ഇതിനും അത് കൊടുക്കാം എന്ന് പറയാം. പക്ഷെ അത് ലോകത്തില്ല. അത് കൂടാതെ നിങ്ങൾ പേര് നടക്കുന്ന കിതാബുകളിൽ, ഞാൻ പറയുന്നത് അതിനെ തിരിച്ചു പറയുന്നവരോയാണ്, അതിന്റെ തലപ്പത്ത് എഴുതിയിരിക്കുന്നു ഖാത്തമുൽ മുഫസ്സിരീൻ, മുഫസ്സിരീങ്ങൾക്ക് ഖാത്തമാണ്. അതിന്റെ അർത്ഥം തഫ്സീർ അവസാനിച്ചു എന്നാണോ? അതിന് ശേഷം ഉണ്ടായിട്ടില്ല തഫ്സീർ. അതേപോലെ ഖാത്തമുൽ മുഹദ്ദിസീൻ, മുഹദ്ദിസീങ്ങളുടെ ഖാത്തമാണ്. അതിനർത്ഥം എന്താണ്? മുഹദ്ദിസീങ്ങൾ അവസാനിച്ചു പോയി എന്നാണോ? ഖാത്തമുൽ മുഹദ്ദിസീൻ, ദൈവിക ഭാഷണം സിദ്ധിച്ചവരിൽ ഖാത്തമാണ് എന്ന്. അതിനുശേഷം പിന്നെ ഔലിയാക്കൾ ഉണ്ടായിട്ടില്ലേ? അതേപോലെ ഖാത്തം എന്നുള്ള പ്രയോഗം കൂടുതൽ വായിക്കേണ്ട. കോഴിക്കോട് കുറ്റിച്ചിറയിൽ ജിഫിലി തങ്ങളുടെ മക്ബറയുടെ മുകളിൽ ഖാത്തിമത്തുൽ ഔലിയ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം അവസാനത്തെ വലിയതായിരുന്നോ? ദൂരം കൊണ്ട് ഇപ്പോഴുള്ളതാണ്. കൂടാതെ മലയാളത്തിലുള്ള KVM പന്താവൂര് ഭാഷാന്തരം ചെയ്തിട്ടുള്ള മുഹീദ്ദീൻ ഇബ്നു അറബിയുടെ തഫ്സീറിന്റെ പരിഭാഷയിൽ ഖാത്തമുൽ ഔലിയ ആയിരുന്നു മുഹീദ്ദീൻ ഇബ്നു അറബി ആ യുഗത്തിൽ എന്ന് പറയും. ഓരോ യുഗത്തിലും അനേകം ഔലിയാക്കൾ ഉണ്ടാകുമെങ്കിലും ഒരു വലി ഖാത്തമുൽ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുമെന്നും അക്കൂട്ടത്തിൽ ആ പദവി ഖാത്തമുൽ ഔലിയ എന്ന പദവി മുഹീദ്ദീൻ ഇബ്നു അറബിക്ക് ഇന്ന സന്ദർഭത്തിലാണ് ലഭിച്ചത് എന്നും KVM പന്താവൂർ തന്റെ അടിക്കുറിപ്പ് അതിൽ കൊടുക്കുന്നു. മലയാളത്തിലല്ലേ ഇത്തം. ഇനി തിരിച്ചു ചോദിക്കുന്നു, ആ സമൂഹത്തിൽ അവസാനത്തെ ആളാണ് എന്ന് ഖാത്തം പ്രയോഗിച്ച ഏതെങ്കിലും ഒരു പ്രയോഗം കാണിച്ചു തന്നിട്ട് പറയും ഇങ്ങനെയാണ്. അതിനിതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ചില ആളുകൾ എന്ത് പറയും? ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു ദൈവങ്ങൾ മുദ്ര വെച്ചു എന്നില്ലേ? രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ അതിനൊരു അർത്ഥം ഉണ്ടാവും. അത് വിചാരിച്ച് പദങ്ങളെ വേർതിരിച്ച് വരുമ്പോൾ അതേ അർത്ഥം തന്നെ കൊടുക്കണമെങ്കിൽ അടിപൊളി, അടിക്ക് അർത്ഥം വേറെയാണ്, പൊടിക്ക് വേറെയാണ് അർത്ഥം. അതിന് അടിയുടെ അർത്ഥം വേറെയാണ്, പൊടിക്ക് വേറെ അർത്ഥമാണ്. അപ്പൊ ആ അർത്ഥം ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണെങ്കിലും പറയോ? ലേഡീസ് ഫിംഗർ രണ്ടും വേറെ വേറെ അർത്ഥം വെച്ച് നിങ്ങൾ കൊണ്ടു നടക്കുമോ? ഒരാൾ ഒന്നിച്ചു പറഞ്ഞാൽ. അപ്പൊ ഭാഷയിലുള്ള പ്രയോഗത്തിൽ നിന്ന് മാറ്റി സാധാരണക്കാരനെ വട്ടം തിരിയിക്കുന്നതിന് വേണ്ടി, നട്ടം തിരിയിക്കുന്നതിന് വേണ്ടി ആ ഇല്ലാത്ത തർജ്ജമകൾ ചെയ്യരുത്. ഞാൻ തിരിച്ചു വരാം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഫദ്ൽ നൽകുന്ന ആളാണ് എന്ന് പറയുമ്പോൾ മുഅ്മിനീങ്ങൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ പിതൃത്വമാണുള്ളത്. പ്രവാചകന്മാർക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മീയ പിതൃത്വമാണുള്ളത്. അല്ലാമ റാഹിബ് അസ്ഫഹാനി തന്റെ മുഫ്രദാത്തെ റാഹിബിൽ എഴുതുന്നു, അൽ ഖത്മു വത്തബഉ യുഖാലു അലാ വജ്ഹൈൻ. ഖത്ം എന്നതും തബഉ എന്ന രണ്ട് പദങ്ങളും രണ്ട് വിധത്തിലാണ് പറയപ്പെടാറുള്ളത്. ഒന്ന്, താസീറു ശൈഇ കനഖ്ശിൽ ഖാത്തം, ഒരു സീല് അതിന്റെ അടയാളം വേറെ ഒന്നിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സീല്. ഒരു സീലെടുത്ത് ഒരു പേപ്പറിൽ പതിച്ചാൽ പേപ്പറിൽ അതിന്റെ അടയാളം ഉണ്ടാവും. അങ്ങനെ താസീർ ഉണ്ടാക്കുന്ന, പ്രതികരണം ഉണ്ടാക്കുന്ന ഖാത്തം. മറ്റൊന്ന് ആ താസീര്, ആ പ്രതികരണം, അതിന്റെ അടയാളം ഉണ്ടായിട്ടുള്ളതിനെയും ഖാത്തം എന്ന് പറയും. ഒരു പേപ്പറിൽ ഒരു സീല് വെച്ചാൽ വെക്കാൻ ഉപയോഗിച്ച സാമഗ്രി നാമം, അതിന്റെ ഉപകരണത്തെ, ആ സീലിനെ സീലെന്ന് പറയും. വെച്ചിട്ട് പതിഞ്ഞ പേപ്പറിലുള്ളതിനെയും സീലെന്ന് പറയും. ഇത് രണ്ടാണ് സീലുള്ളത് ദുനിയാവിൽ. വേറെ ഒടുക്കത്തെ സീൽ എവിടെയില്ല, ഒടുക്കാനുള്ള സീൽ എവിടെയില്ല. ചില ആൾക്കാർ പറയും കത്തെഴുതി സീൽ വെച്ചു, പിന്നെന്തിനാ പശ വെച്ച് ഒട്ടിക്കണ്? നീ കത്തെഴുതി സീല് വെച്ച് പശ തേച്ച് ഒട്ടിച്ച്
അവസാനം പോസ്റ്റ് ഓഫീസിൽ പിന്നെയും വെച്ച്, അത് ഹെഡ് പോസ്റ്റ് ഓഫീസിലെത്തുമ്പോൾ വീണ്ടും സീല്, അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഡെലിവറി പോസ്റ്റ് ഓഫീസിൽ അവിടെ വീണ്ടും സീല്, വീണ്ടും ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസിൽ അവിടെയും സീല്. എന്നിട്ട് കിട്ടിക്കഴിഞ്ഞാലോ വലിച്ചു പൊളിച്ച് വായിക്കും ചെയ്യും. അവസാനിച്ച സാധനം പിന്നെ എങ്ങനെയാണ് വലിച്ചു പൊളിച്ചത്? പോലീസ് കടയ്ക്ക് സീല് വെച്ചു, അതിന്റെ അർത്ഥം പിന്നെ ആരും തുറക്കൂല എന്നാണ്. പോലീസ് പറഞ്ഞോ തുറക്കും, അല്ലെങ്കിൽ കോടതി പറയുന്നോ തുറക്കും. അല്ലെ എന്ത് കാരണത്താലാണ് സീല് വെച്ച ആ കാരണം കഴിഞ്ഞാൽ തുറക്കും. തുറക്കാതിരിക്കാൻ സീലല്ല വെക്കൽ, പൂട്ടലാണ്. പോലീസ് പിന്നെ പൂട്ടിന്റെ പുറത്തെ സീലാ വെക്കൽ. അതേപോലെ പോസ്റ്റ് മെയിൽ ബാഗ് കൊണ്ടുപോകുമ്പോൾ നോക്കിയാൽ അതിനൊരു കെട്ടും, കെട്ടിന്റെ പുറത്ത് അരക്കിട്ട ഒരു സീല് വേറെ. തുറക്കാതിരിക്കാൻ കെട്ടും, അത് തുറന്നിട്ടില്ല എന്നറിയാൻ വേണ്ടിയിട്ട് സീലും. ലോകത്തേത് സീലാണ് അവസാനിപ്പിക്കാൻ വേണ്ടി വെക്കുന്നത്? ചില ആൾക്കാർ പറയും ലെറ്ററിൽ അവസാന സീല് വെക്കൂലേ, അത് മേലെ വെച്ച ലെറ്റർ പിന്നെ വായിക്കൂല. ലെറ്റർ ഹെഡിലൊക്കെ അങ്ങനെയും കാണുമല്ലോ. സീലിന്റെ അടിയിൽ ഒപ്പിട്ട് അതും പോയോ? അവസാനം നോട്ട് എന്ന് പറഞ്ഞ് വേറെ എന്തെങ്കിലും എഴുതി അതും പോയോ? അത് വായിക്കൽ അവസാനിക്കാൻ വേണ്ടി സീൽ വെച്ചു ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഒരു കത്തെടുത്തിട്ട് ഇത് ഇവിടെ എത്തിയ പിന്നെ കണ്ണുമുടിക്കണം, അപ്പുറത്ത് വായിക്കാൻ പാടില്ല, അതിനാണ് ഇവിടെ സീൽ വെച്ചത്. ദുന്യാവില് ഏതെങ്കിലും മരത്തിലുള്ള ഒരു മനുഷ്യനെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ലോകത്തിന് മുഴുവൻ തലച്ചോറല്ല പനച്ചോറാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ ഈ വർത്തമാനങ്ങൾ പറയുന്നത്. ഒരിക്കലും ഒരു സീലും അവസാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. തിരിച്ചു വരാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങൾക്ക് സീലാണ്. അതിന് ഇമാം റാഗിബ് അസ്ഫഹാനി തന്റെ മുഫ്രദാത്തെ റാഗിബിൽ ഖുർആന്റെ ആധികാരികമായ ലുഗത്ത്, അതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥങ്ങൾ, പദങ്ങളുടെ അർത്ഥങ്ങൾ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്. ഏതോ വാണോലെന്നല്ല. അതിൽ എന്ത് പറഞ്ഞാലും അതിൽ ഖുർആന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഖതമ എന്ന പദത്തിന്റെ താഴെയാണ് ഈ പറയുന്നു അത് അടയാളം ഉണ്ടാക്കുന്നതിനെ അല്ലെങ്കിൽ അടയാളം ഉണ്ടായതിനെയാണ് പറയുന്നത്. അപ്പൊ നബിതിരുമേനി എന്താവും? മുഅ്മിനീങ്ങൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടയാളം ഉണ്ടാകും. ഒരു മുഅ്മിനെ കണ്ടാൽ വയകൂന റസൂലു അലൈക്കും ഷഹീദൻ വതകൂനു ശുഹദാഅന്നാസ്, നിങ്ങൾക്ക് ഈ പ്രവാചകൻ സാക്ഷിയാണ്, മാതൃകയാണ്. നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണ്, ജനങ്ങൾക്ക് മാതൃകയാണ്. നിങ്ങൾക്ക് പ്രവാചകനാണ് സാക്ഷിയെങ്കിൽ, നിങ്ങൾക്ക് പ്രവാചകനാണ് മാതൃകയെങ്കിൽ നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകയായിരിക്കും. അതാണ് മുഅ്മിനിന്റെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ സീൽ ഒരാൾക്ക് കിട്ടിയാലുണ്ടാവും. ആ റസൂലുള്ളാഹിന്റെ അടയാളം ഒരു മുസൽമാനെ കണ്ടാൽ കാണാൻ കഴിയും. മാത്രമല്ല ഈ ഉമ്മത്തിൽ ഇനി ഖിയാമത്ത് വരെ ഒരു പ്രവാചകൻ വരികയാണെങ്കിലും ആ പ്രവാചകനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികത തെളിയിക്കുന്ന സീലുണ്ടായിരിക്കും. ആ പ്രവാചകനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടയാളമല്ലാതെ വരാൻ നിവൃത്തിയില്ല. മുഫസ്സിർ ഖാത്തമാണെന്ന് പറഞ്ഞാൽ ഇനി ഒരു മുഫസ്സിർ വരുമ്പോൾ ഈ തഫ്സീർ എഴുതിയിട്ടുള്ള മുഫസ്സിറിന്റെ ഈ വ്യാഖ്യാതാവിന്റെ വഴികളെ പിൻപറ്റി അതിന്റെ അടയാളമായിട്ടാണ് ഇനി വരിക എന്നാണ് അതിനർത്ഥം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാത്തം എന്ന് പറയുന്നത് വരും കാലത്തേക്കാണ് എന്ന കാര്യം മനസ്സിലാക്കണം, അറബി ഭാഷയുടെ നിയമം അനുസരിച്ച്. അപ്പൊ നബി തിരുമേനി പോയ നബിമാർക്ക് ഖാത്തം അല്ലേ എന്ന് ചോദിച്ചാൽ അത് നബി തിരുമേനി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അന ഖാത്തമുൻ നബിയീന വഅന്ന ആദമുൻ മുൻജദുൻ ബൈനൽ മായി വത്തീൻ, ഞാൻ ഖാത്തമുൻ നബിയീനാണ്. ആദം മണ്ണിലും വെള്ളത്തിലും ഉണ്ടായിരുന്ന അവന്റെ സൃഷ്ടിപ്പ് ഉണ്ടാകുന്നതിന് മുമ്പേ. അപ്പൊ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് സകല പ്രവാചകന്മാർക്കും ഖാത്തമാകുന്നത്. അപ്പൊ ഖാത്തം അങ്ങനെയായെങ്കിൽ പിന്നെ ബാക്കി നബി 1,24,000 1,23,999 നബിമാരും നബി തിരുമേനി ഖാത്തമായതിനു ശേഷം വരികയും ഇല്ല ബാങ്കിന് ശേഷം
എപ്പോഴായിരുന്നു വിളിച്ചപ്പോൾ തന്നെ വിളിച്ചിരുന്നു. എപ്പോഴാണ് നാളെ 8 മണിക്ക് പോയത്തില്ലല്ലോ. പോയപ്പോൾ കിട്ടി നിങ്ങൾ വന്നാൽ ബൈക്കോട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖാത്തമുൻ നബീനാക്കി. ഖാത്തം എന്ന പദത്തിനെ മുദ്രണം ചെയ്യുക അല്ലെങ്കിൽ മുദ്രണം ചെയ്യപ്പെട്ടത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ത് അർത്ഥം ഖുർആനിൽ നൽകിയാൽ ഒരിക്കലും ദ്വയാർത്ഥം വരുന്ന പ്രയോഗങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹിതസ്ഥാനത്തെ കുറയ്ക്കുന്ന ഒരു വാക്കും പറയാൻ പാടില്ല. അങ്ങനെയുള്ള വാക്കുകളെ ഉപയോഗിക്കരുതെന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വലാ തഖൂലു റായിനാ വഖൂലു ഉൻദുർനാ. റായിന എന്ന പദത്തിന് ഉൻദുർനാ എന്ന പദത്തിന്റെ അർത്ഥമുണ്ട്. പക്ഷെ റായിന എന്ന പദത്തിന് ദ്വയാർത്ഥമുള്ളത് കൊണ്ട് റായിന എന്ന് പ്രയോഗിക്കരുത്, ഉൻദുർനാ എന്ന് മാത്രമേ പറയാവൂ. രണ്ടിന്റെയും അർത്ഥം ഞങ്ങളുടെ കാര്യം കൂടി ശ്രദ്ധിക്കുക എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ ഇവിടെ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ വലിയവർ ചെറിയവരോട് പറയുന്ന അല്ലെങ്കിൽ അപഹസിച്ച് പറയുന്ന നിലത്തിലുള്ള ഒരു അർത്ഥമുണ്ട്. റായിനക്ക് മേക്കാരൻ മേക്കാരം ഏൽക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയുണ്ട്. എന്നാൽ ഉൻദുർന എന്ന് പറയുമ്പോൾ അതിന്റെ സമുന്നതാർത്ഥം മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആൻ നബി തിരുമേനിയെ കുറിച്ച് പറയുന്ന വാക്കുകളിൽ ഒരിക്കലും മോശപ്പെട്ട അർത്ഥം വരുന്ന പദങ്ങൾ പ്രയോഗിക്കരുത് എന്ന് കൽപ്പിക്കുമ്പോൾ നബി തിരുമേനി അന്ത്യപ്രവാചകൻ എന്ന അർത്ഥം കൊടുത്താൽ അന്ത്യം കുറിക്കുന്നവൻ അന്ത്യം എന്ന പദത്തിലുള്ള അർത്ഥം എന്റെ നാവുകൊണ്ട് നബി തിരുമേനിയുടെ പേരായതുകൊണ്ട് പറയാൻ നിവൃത്തിയില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ശ്രീ നീലകണ്ഠേശ്വരത്തിന്റെ ഡിക്ഷണറി നോക്കിയാൽ അന്ത്യം എന്നതിന് എന്തർത്ഥമാണെന്ന് കാണാം. നവദുല്ലാമിന്ദാലി നബി തിരുമേനിയുടെ പേരിൽ അത് പ്രയോഗിക്കാൻ പ്രയാസമുണ്ട്. അപ്പൊ ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ നബി തിരുമേനിക്ക് പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ ഖുർആൻ തന്നെ കൊണ്ടുവരികയില്ല എന്ന കാര്യം മനസ്സിലാക്കണം. ഇവിടെ നബി തിരുമേനിയുടെ സീല് വെക്കപ്പെട്ട സീല് വെക്കുന്ന സീല് എന്താണുള്ളത്? അതിൽ ഏറ്റവും ഉന്നതമായത് വെക്കുന്ന സീല് എന്ന അർത്ഥം നൽകലാണ്.
സീല് പതിഞ്ഞ സീലിനേക്കാൾ ശ്രേഷ്ഠമായ അർത്ഥം പതിക്കുന്ന സീലാണ്. അതുകൊണ്ട് നബി തിരുമേനിയെ കുറിച്ച് പറയാൻ ആ അർത്ഥം മാത്രമേ സാധിക്കുകയുള്ളൂ. മറ്റൊരർത്ഥത്തിൽ ഖുർആന്റെ കൽപ്പന അനുസരിച്ച് മറ്റൊരർത്ഥം നൽകാൻ നിവൃത്തിയില്ല. നബി തിരുമേനി വരാനിരിക്കുന്ന പ്രവാചകന്മാർക്ക് മുദ്രയാണ്. വരാനിരിക്കുന്ന സകല ആത്മീയ അനുഗ്രഹങ്ങളും സിദ്ധിക്കുന്ന ഓരോ വ്യക്തിക്കും നബി തിരുമേനിയാണ് മുദ്ര. നബി തിരുമേനിയിൽ നിന്ന് അകന്നുകൊണ്ട് ആർക്കും ഒന്നും സാധ്യമല്ല. ഇമാം റാഗിബ് അസ്ഫഹാനി ഈ അർത്ഥം പറഞ്ഞതിന് ശേഷം പറയുകയാണ്, ഇതിനെ മജാസിയായിക്കൊണ്ട് ആലങ്കാരികമായിക്കൊണ്ട് ഈ ഖാത്തം എന്ന പദത്തെ ഒരു സംഗതിയെ നിർത്തലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതാണല്ലോ മജാസി. നിർത്തലാക്കുന്നതിന് വേണ്ടി മജാസിയായ അർത്ഥം നേർക്ക് നേരെയുള്ള അർത്ഥമല്ല, ഹഖീഖി യഥാർത്ഥത്തിലുള്ള അർത്ഥമല്ല, മറിച്ച് മജാസി ആലങ്കാരികമായ അർത്ഥമാണ്. ആലങ്കാരികമായ പ്രയോഗത്തെ നേർക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ട് അർത്ഥം നൽകുകയാണെങ്കിൽ നബി തിരുമേനി അതെല്ലാവരെയും അവസാനിക്കുന്ന ആളാവും. അവസാനത്തെ നബിമാരെയൊക്കെ അവസാനിപ്പിക്കുന്ന ആളാവും. ഇനി നബി വരികയില്ല. പക്ഷേ ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാണതെന്ന് മാത്രം. ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം പ്രയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം വേറെയാണ്. ഷീസ് ഇൻ ദി സ്ട്രീറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. അവൾ തെരുവിൽ നിൽക്കുന്നു എന്നല്ല ഇതിന്റെ അർത്ഥം. അതിന് മറ്റൊരർത്ഥമുണ്ട്. ഷീസ് ഇൻ ദി ഫാമിലി വേ, അവൾ ഫാമിലിയുടെ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ട്. അതേപോലെ ആലങ്കാരികമായി പറയുമ്പോൾ ഇന്ന കസേരയിലിരിക്കുന്ന ആള് നരിയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വാളും പല്ലും നഖവുമുണ്ട്, അതൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുന്നേൽക്കാറുണ്ടോ? അങ്ങനെ എഴുന്നേറ്റാൽ അവന്റെ പേരാണ് പൊട്ടൻ. പിന്നെ അല്ലാഹുവിന്റെ റസൂല് ഖാത്തം എന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായിട്ടുള്ള പ്രയോഗമാകുമ്പോൾ അതിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം പറഞ്ഞുകൊണ്ട് അവനാണ് ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ് അംഗീകരിക്കുക? ഖുർആനിൽ എത്രയോ ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. വഅതസിമു ഹബിലില്ലാഹി ജമിഅ, അല്ലാഹുവിന്റെ പാശത്തെ ഒരുമിച്ച് ചേർന്ന് പിടിക്കുക. ലോകത്തുള്ള 600 കോടി ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഏത് കയറിനെ പിടിക്കേണ്ടത്? വടംവലി ഏത് വലിയ വടി വെച്ചാലും ഒരു കയർ പിടിക്കാൻ കിട്ടൂല. ആദം നബി മുതൽ ഉണ്ടാകുന്ന ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഖിയാമത്ത് വരെ ഉണ്ടാകുന്ന മുഴുവൻ ആളുകൾക്കും പിടിക്കാൻ ഏത് കയറാണ് വെച്ചിട്ടുള്ളത്? അത് ആലങ്കാരിക പ്രയോഗമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ എത്രയോ പ്രയോഗങ്ങൾ ഖുർആനിൽ ആലങ്കാരികമായി പ്രയോഗിച്ചിട്ടുണ്ട്. ആലങ്കാരിക പ്രയോഗങ്ങൾ അർത്ഥചാതുരിയും അർത്ഥസമ്പൂർണതയും സാഹിത്യത്തിന്റെ ശക്തിയുമാണ് തെളിയിക്കുന്നത്. ഒരു നോവലിസ്റ്റ് പൂവ് എന്നൊരു പെണ്ണിനെ ഉപമിച്ചാൽ അതിന്റെ അർത്ഥം പറിക്കാൻ കിട്ടിയ പൂവ് എന്നല്ല, അത് അവരുടെ സൗലഭ്യത്തെയാണ് വിവരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഖാത്തം എന്നുള്ള പ്രയോഗം നേർക്ക് നേരായുള്ള അർത്ഥത്തിൽ അതിന്റെ അർത്ഥം ഇന്നതാണ്. ആലങ്കാരികമായ പ്രയോഗമാണെങ്കിൽ ഏത് വിധത്തിലാണ് നബി തിരുമേനി അവസാനിച്ചിട്ടുള്ളത്? നബി തിരുമേനി അവസാനിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് പറയേണ്ടത്, നിങ്ങളല്ല. ഖാത്തമിന് എന്തെങ്കിലും അർത്ഥം പറയുന്ന ഒരുത്തനല്ല പറയേണ്ടത്, ഞാനുമല്ല. മറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയട്ടെ ഖാത്തം എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബോധന ചെയ്തുകൊണ്ട്, യാ അലിയു, അല്ലയോ അലിയേ, ഇന്നക ഖാത്തമുൽ ഔലിയ, നിശ്ചയം നീ ഖാത്തമുൽ ഔലിയ ആണ്, ഞാൻ ഖാത്തമുൽ അംബിയ ആയതുപോലെ. അപ്പൊ അലി റളിയല്ലാഹു തആല അൻഹു അവസാനത്തെ വലിയാണോ? പിന്നെ വലിയകളൊന്നും ഉണ്ടായിട്ടില്ലേ? അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഹദരത്ത് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബോധന ചെയ്തുകൊണ്ട് തിരുമേനി പറയുന്നു, ഇത്മഇന്ന യാ അമ്മി, എന്റെ പിതൃവ്യ, താങ്കൾ സമാധാനത്തിലാവുക. താങ്കൾ ഹിജ്റത്ത് വന്നത് അവസാനം വന്ന ആളാണ് ഹദരത്ത് അലി റളിയല്ലാഹു തആല അൻഹു. മദീനത്തിൽ നിന്ന് അവസാനം ഹിജ്റത്ത് ചെയ്ത ആളാണ്. അവസാനം ഹിജ്റത്ത് ചെയ്ത് അതിന് മുമ്പ് ഹിജ്റത്ത് ചെയ്തു പോയില്ലല്ലോ എന്ന സങ്കടം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനാണല്ലോ അവസാനം ഹിജ്റത്ത് ചെയ്തത്. അതിന് റസൂൽ തിരുമേനി പറഞ്ഞത് എന്താണെന്നോ? ഇത്മഇന്ന യാ അമ്മി, എന്റെ പിതൃവ്യ, അങ്ങ് സമാധാനത്തിലാവുക. അങ്ങനെയല്ല സംഭവം. താങ്കൾ ഖാത്തമുൽ മുഹാജിരീന ഫിൽ ഹിജ്റത്തി,
എങ്ങനെ കമാന ഖാതമുൽ അംബിയാ ഫിൽ നുബുവത്തി, എങ്ങനെ ഞാൻ നുബുവത്തിൽ ഖാതമായോ അതേപോലെ. അവ അവസാനത്തെ ആൾ, അവസാനം കയറി വന്ന അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മുഹാജിരീങ്ങളിൽ അവസാനം വന്ന ആളാണെന്നുള്ള സങ്കടം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ അറബി ഭാഷയുടെ ജവാമിഉൽ കലിം, ഏറ്റവും എക്സ്പാൻഡഡ് ലാംഗ്വേജ്, ഏറ്റവും കൂടുതൽ അർത്ഥസമ്പുഷ്ടമായ ഭാഷ പ്രദാനം ചെയ്യപ്പെട്ട പ്രവാചകൻ പറയുന്നത് നീ അവസാനം വന്ന ആളാണ്, അന്ന് സങ്കടപ്പെടേണ്ട, നീ അവസാനം വന്ന ആൾ തന്നെയാണെന്നാണോ? അല്ല. ഖാത്തമിന്റെ ഞാൻ പറഞ്ഞ അതേ പ്രയോഗം അനുസരിച്ച് പറയുകയാണ്, ഇനി അങ്ങോട്ട് ഹിജ്റത്ത് ചെയ്യുന്ന ആരാണെങ്കിലും അതിന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹിജ്റത്തിന്റെ മുദ്രയായിരിക്കും ഉണ്ടായിരിക്കുക. ആ മാർഗത്തെ പിൻപറ്റിക്കൊണ്ടാണ് ഇനി ആളുകൾക്ക് ഹിജ്റത്ത് ചെയ്യേണ്ടത്. അതല്ല നബി തിരുമേനി അടക്കമുള്ള മുഹാജിരികൾക്ക് അവസാന ശ്രേഷ്ഠനാണെന്നല്ല അർത്ഥം. ഇനി വരാനിരിക്കുന്ന കാലത്ത് എവിടെ ഹിജ്റത്ത് നടക്കുകയാണെങ്കിലും അവർക്ക് ഖാത്തം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആണ്. എങ്ങനെ വരാനിരിക്കുന്ന കാലത്ത് നുബുവത്ത് എവിടെ ഉണ്ടെങ്കിലും അതിന് ഖാത്തം ഞാനായതുപോലെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതാണിത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലം യബ്ഖ മിനൻ നുബുവത്തി ഇല്ലൽ മുബശ്ശിറ, സഹീഹുൽ ബുഖാരി കിതാബുൽ തഅബീർ. നബുവത്തിലൊന്നും അവശേഷിക്കുന്നില്ല, ഇല്ലൽ മുബശ്ശിറാത്ത്, മുബശ്ശിറാത്ത് ഒഴികെ. നുബുവത്തിലൊന്നും അവശേഷിക്കുന്നില്ല, മുബശ്ശിറാത്ത് ഒഴികെ. 6 വാക്കുകളാണ്. ലം യബ്ഖ മിന അന്നുബുവത്തി ഇല്ലൽ മുബശ്ശിറാത്തി. 6 വാക്കുകളിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്ത് എന്താണ് അവശേഷിച്ചിട്ടുള്ളത്, എന്താണ് അവസാനിച്ചിട്ടുള്ളത് നുബുവത്ത് എന്ന് നബി തിരുമേനി വിശദീകരിക്കുന്നു. ലം യബ്ഖ, ഒന്നും അവശേഷിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് എന്തോ ഒന്ന് അവശേഷിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഒരു കാര്യം നിർത്തിയിട്ടുണ്ട്, അത് മുബശ്ശിറാത്ത് ഒഴികെയുള്ള നുബുവത്താണ് അവ നിർത്തിയിട്ടുള്ളത്. മുബശ്ശിറാത്ത് ഉള്ള നുബുവത്ത് ഇനിയുണ്ട്. കാരണം നബി തിരുമേനിയുടെ ഉമ്മത്തിൽ വരുന്ന ഈസാ ഇബ്നു മറിയം നബിയായിരിക്കുമെന്ന് നബി തിരുമേനി പറയുമ്പോൾ ആ മുബശ്ശിറാത്താകുന്ന നുബുവത്താണ് ഈസാ ഇബ്നു മറിയമിനുള്ളത്. അത് നബിയുള്ളതാണ് എന്ന് നബി തിരുമേനി 4 പ്രാവശ്യം സഹീഹ് മുസ്ലിമിലും മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ 5 പ്രാവശ്യം പറഞ്ഞതായിട്ടും നിവേദനം കാണുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറയുന്ന ആൾക്ക് മുബശ്ശിറാത്താകുന്ന നുബുവത്ത് അവശേഷിച്ചിട്ടുണ്ട് എന്ന് നബി തിരുമേനി തന്നെ പറയുന്നുവെങ്കിൽ, മറ്റൊരു നുബുവത്ത് അവസാനിച്ചിരിക്കുന്നു എന്ന് നബി തിരുമേനി പറഞ്ഞുവെങ്കിൽ ആ നുബുവത്ത് ഏതാണ്? അക്കാലഘട്ടം വരെ വന്നിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും പ്രവാചകത്വ അധികാരത്തെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. കാരണം അവിടെ നിന്ന് മുഹമ്മദ് നബി, അത് ആലങ്കാരികമാണ്. അവരുടെ പ്രവാചകന്മാരെ വെട്ടിക്കൊള്ളലല്ല, പ്രവാചകന്മാരുടെ പ്രവാചകത്വ അധികാരങ്ങളെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത്. വരാനുള്ള കാലത്താരും അവസാനിപ്പിക്കാറില്ല. ഇവിടെ തെങ്ങുണ്ടെങ്കിൽ തെങ്ങിന്റെ മുകളിലുള്ള തേങ്ങയൊക്കെ അവസാനിപ്പിക്കും, മുഴുവൻ ഇട്ടുകളെ എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഉണ്ടാവുന്ന തേങ്ങയും കൂടി ഇട്ടളാന്ന് ആരെങ്കിലും പറയോ? ഉള്ളതിനെയാണ് അവസാനിപ്പിക്കാറുള്ളത്. ഇവിടെ വന്ന നബിമാരുടെ നുബുവത്തിന്റെ അധികാരത്തെയാണ് അവസാനിപ്പിച്ചത്. അതേപോലെ ശരീഅത്തിന്റെ അധികാരത്തെയാണ് അവസാനിപ്പിച്ചത്. അത് ആലങ്കാരികമായ അർത്ഥമാണ്. ഞാൻ പറഞ്ഞതിന് ചുരുക്കം, ഖാത്തം എന്നതിന്റെ നേർക്ക് നേരെയുള്ള അർത്ഥം വരാനിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ള സകല സൗഭാഗ്യങ്ങൾക്കും നബി തിരുമേനിയുടെ മുദ്രയോടുകൂടി മാത്രമേ അതിനെ സൗഭാഗ്യമായി ഗണിക്കുകയുള്ളൂ. അതേപോലെ കഴിഞ്ഞ കാലത്തിലുള്ള സകല സൗഭാഗ്യങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി വന്നതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇനി നബി തിരുമേനിയിലൂടെയാണ് ഉണ്ടാവുക. അതിനെന്താണ് തെളിവ്? ഖുർആനാണ് പറയുന്നത്. ഖുർആൻ പറയുന്നു, ലഖദ് ജാഅക്കും യൂസുഫ് മിൻ ഖബൽ ബിൽ ബയ്യിനാത്ത് ഫമാ സിൽതും ഫീ ശക്കിൻ മിമ്മാ ജാഅക്കും ബിഹി ഹത്താ ഇദാ ഹലക ഖുൽതും ലൻ യബഅസല്ലാഹു മിൻ ബാദിഹി റസൂലാ കദാലിക യുളില്ലുല്ലാഹു മൻ ഹുവ മുസ്രിഫുൻ മുർതാബ് അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ നതാഹും. ഇതിനു മുമ്പ് യൂസുഫ് നിങ്ങളുടെ അടുത്ത് വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായി വന്നു. നിങ്ങൾ അതിൽ സന്ദേഹത്തിലായിരുന്നു. ഹത്താ ഇദാ ഹലക, അദ്ദേഹം മരിച്ചപ്പോൾ ഖുൽതും,
നിങ്ങൾ പറഞ്ഞു. രസകരമായ ഒരു പ്രയോഗമാണ്. പറഞ്ഞതൊരു വൃത്താന്തമാണ്. മൗലവി മെഹ്ദികുട്ടി സാഹിബ് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, പൂർവകാല പ്രവാചകന്മാരുടെ വൃത്താന്തങ്ങൾ വരുംകാലത്ത് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ വരുന്ന പ്രവചനങ്ങളാണ് എന്ന് ഹദരത്ത് മിർസ ഗുലാം അലി ഇസ്ലാം പറഞ്ഞു എന്ന്. അതിനൊരു സാക്ഷിയാണ് ഈ ഇന്ന് പറയുന്ന വാക്കും ഖുർആന്റെ ഈ വൃത്താന്തവും. യൂസുഫ് അലൈഹിസ്സലാം മരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ത്, ഇനി ഒരു നബിയും വരികയില്ല എന്ന്. എന്നാൽ ഖുർആൻ അത് പറയുമ്പോൾ അവര് പറഞ്ഞു എന്ന് പറഞ്ഞില്ല, കുൽത്തും നിങ്ങൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അവര് പറഞ്ഞതിന് നിങ്ങൾ എടുത്തു പറഞ്ഞു. വേറൊരർത്ഥം ഇനി കൊടുക്കാൻ നിവൃത്തിയുണ്ടോ? അങ്ങനെ പറയുന്നവരോട് പറയാണ്, കുൽത്തും നിങ്ങൾ പറയുന്നു. ഖുർആൻ ഓതുന്നവരോട്, അല്ലാതെ അവര് പറഞ്ഞു കാലു എന്നല്ല പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞു. സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ഇങ്ങോട്ട് നിയോഗിക്കുകയില്ല. എന്താണ് അതിന് കാരണം? അള്ളാഹ് ഇങ്ങനെയാണ് ദലാലത്തിലാക്കുന്നത്. ഏത്? ഞങ്ങൾ നീ പെടുത്തരുത് എന്ന് പറഞ്ഞല്ലോ. ആ പെടുത്തപ്പെട്ട സമൂഹത്തെ എടുത്തുദ്ധരിച്ചുകൊണ്ട് പറയുന്നു, അള്ളാഹു ആരെയും മയക്കുകയില്ല എന്ന് പറയുന്നവരെ ഇങ്ങനെയാണ് അള്ളാഹു ദലാലത്തിലാക്കുന്നത്. അടുത്ത് ഗൈറുൽ മഗ്ദൂബി അലൈഹിം എന്നവരെ കുറിച്ച് തുടർന്ന് പറയുന്നു, അല്ലദീന യുജാദിലൂന ഫീ ആയാത്തില്ലാഹി ബിഗൈരി സുൽത്താനിൻ അതാഹും. അവർ അല്ലാഹുവിന്റെ ആയത്തുകളിൽ തർക്കിക്കുന്നവരാണ്. അവരുടെ കയ്യിൽ യാതൊരു തെളിവുമില്ല അവർക്ക് നൽകപ്പെട്ടതായിട്ട്. കാബൂറ മാഖതൻ ഇൻദല്ലാഹി വല്ലദീന ആമനു. അല്ലാഹുവിന്റെ അടുത്തും മുഅ്മിനീങ്ങളുടെ അടുത്തും വെറുക്കപ്പെട്ട സമൂഹമാണിത്. അതാണ് മഗ്ദൂബി അലൈഹിം എന്ന ഗ്രൂപ്പ്. അവരുടെ സ്വഭാവം അങ്ങനെയാണ് അല്ലാഹു തോന്നിവാസികളും അഹംഭാവികളുമായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിൽ മുദ്ര ചെയ്യുന്നത്. ഇതേ പ്രയോഗം അല്ലാഹു മുദ്ര ചെയ്തിരിക്കുന്ന യഹൂദികളുടെ ഹൃദയത്തിൽ എന്ന് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ പ്രവാചകന്മാർ വരുന്നത് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ മാർഗത്തിലാണെങ്കിൽ അതിനെ നിഷേധിക്കുന്നത് മഗ്ദൂബിന്റെയും ലാലിന്റെയും പണിയാണെന്ന് പറഞ്ഞുവെങ്കിൽ, ആ പ്രവാചകന്മാരെ നിഷേധിച്ച സമൂഹത്തെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് ദലാലത്തിലും അല്ലാഹുവിന്റെ കോപത്തിലുമാകുന്നത് എന്നുകൂടി ഖുർആൻ പറയുന്നു. അതിശക്തമായ പ്രസ്താവനയാണ് ഖുർആന്റെ. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് പറയുമ്പോൾ ഖാത്തമിന് അന്ത്യമാണ് എന്നുള്ളൊരു മുറിക്കുന്തമാണ് എതിർത്ത് വെക്കാനുള്ളത്. ഇവിടെ ഒരു പുസ്തകം എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. അബ്ദുസ്സലാം സുല്ലമി എഴുതിയ ചലനം ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള, അതായത് മുജാഹിദിന്റെ മടവൂര് ഗ്രൂപ്പിന്റെ ആദ്യകാലം എന്ന് പറഞ്ഞാൽ കുറെ കാലമല്ല, അടുത്ത കാലത്ത് ഉണ്ടായ ആദ്യത്തെ കാലം ആദ്യകാല ആചാര്യനായിരുന്ന അബ്ദുസ്സലാം സുല്ലമി ഇടവണ്ണ ഇപ്പോൾ അല്പം മാറിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. എന്തോ ആവട്ടെ, അത് നമുക്ക് നോക്കണ്ട. അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നീല പുസ്തകം ഇവിടെ വീടുകളിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു കേട്ടു. ആ പുസ്തകം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു, നീല കളറിലുള്ള പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഖാത്തമിന് അവസാനത്തെയാണ് എന്നതിന് ഖുർആന്റെ ആയത്തുകൾ കൊടുക്കുന്നു. ഒരായത്ത് എന്താണ് കൊടുത്തതെന്നറിയോ? ഖിതാമുഹു മിസ്കുൻ, സ്വർഗത്തിൽ നൽകുന്ന പാനീയങ്ങൾക്ക് മുദ്ര ചെയ്യപ്പെട്ടിരിക്കും. അത് മിസ്കുൻ, അത് കസ്തൂരി എത്രയോ അതിന്റെ മുദ്ര. സ്വർഗത്തിൽ പാനീയങ്ങൾ നൽകും, അത് മുദ്ര ചെയ്തിരിക്കും. അത് പിന്നെ തുറക്കൂല, ഇവർക്ക് പിടിച്ചു കുത്തിരിക്കാനാണെന്ന്. അതിന്റെ അർത്ഥം സുഗന്ധത്തിന്റെ മുദ്ര ചെയ്തത് കൊണ്ട് ഇത് തുറക്കാൻ പാടില്ല. ഇവിടെ നുബുവത്തിന്റെ മുദ്ര ചെയ്തത് കൊണ്ട് തുറക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾക്കുണ്ടെങ്കിൽ അവർക്ക് അവിടെ കിട്ടുന്ന സുഗന്ധത്തിന്റെ മുദ്രയും തുറക്കാൻ പാടില്ല എന്ന് പറയാം. എന്നാൽ സ്വർഗവാസികൾക്ക് തുറക്കാൻ പാടില്ലാത്ത കുപ്പിക്കളിക്ക് കൊടുക്കുന്ന കുപ്പി അവിടെ ഉണ്ടാവുകയില്ല എന്നെല്ലാവർക്കും അറിയാം. നേർക്ക് നേരെ തർജ്ജമ കൊടുക്കുകയാണ്. പിന്നെ പറയണ ഖതമല്ലാഹു അലാ ഖുലൂബിഹിം, അല്ലാഹു കാഫിരീങ്ങളുടെ ഹൃദയങ്ങളിൽ മുദ്ര വെച്ചിരിക്കുന്നു. അപ്പൊ ഇനി അങ്ങോട്ട് ഒന്നും കിടക്കുകയില്ല. കുഫർ അങ്ങോട്ട് കയറൂല, ഇഷ്ട
അല്ലെ പിന്നെ മോമിനാവൂലേ? കുഫ്ർ കൊണ്ട് മുദ്ര വെച്ചാൽ കുഫ്ർ കയറും എന്നതുപോലെ നുബുവത്ത് കൊണ്ട് മുദ്ര വെച്ചാൽ നുബുവത്തേ കയറുള്ളൂ. പക്ഷേ സംഭവം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ അടിപൊളിയാണ്. ഖാത്തമാണ് വിഷയം. അതിന് ഖത്തമയിലാണ് കറങ്ങുന്നത്. ഖാത്തം എന്നതിന്റെ ഉദാഹരണം പറയുമ്പോൾ ഖാത്തമിന്റെ ഉദാഹരണം പറയാതെ ഖത്തമയുടെയും മഖ്തൂമിന്റെയും ഉദാഹരണം പറയേണ്ടി വന്നത് അങ്ങനെ ഒരു ഉദാഹരണം ഇല്ലാത്തത് കൊണ്ടാണ്. താത്വികാചാര്യന്റെ കയ്യിലില്ലെങ്കിൽ ബാക്കിയുള്ളവന്റെ കയ്യിൽ എവിടുന്നുണ്ടാവുക? രൂക്ഷ വിമർശകനും വളരെ ശക്തനായ പണ്ഡിതനും എത്രയോ അറബി ഗ്രന്ഥങ്ങൾ തർജ്ജമ ചെയ്ത ആളുമാണ്, സാധാരണക്കാരനല്ല അബ്ദുസ്സലാം സുല്ലമി. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയ 4 ആയത്തുകളാണ് ഞാൻ പറഞ്ഞത്. ഇനിയുണ്ട്, പക്ഷെ സമയമാണ് എന്നെ പിടിച്ചു നിർത്തുന്നത്. ഖുർആൻ പറയുന്നു, وَإِذْ أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَهُمْ وَمِنكَ وَمِن نُوحٍ وَإِبْرَاهِيمَ وَمُوسَى وَعِيسَى ابْنِ مَرْيَمَ وَأَخَذْنَا مِنْهُمْ مِيثَاقًا غَلِيظًا. പ്രവാചകന്മാരുടെ ഉടമ്പടി അവരിൽ നിന്ന് വാങ്ങിയ സന്ദർഭം. ഓ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളിൽ നിന്നും വാങ്ങി. അതേപോലെ മൂസ, ഈസ, ഇബ്രാഹിം, നൂഹ്, ഈസ ഇബ്നു മറിയം തുടങ്ങിയ പ്രവാചകന്മാരിൽ നിന്നും വാങ്ങി. വളരെ സുദൃഢമായ ഒരു കരാറാണ് അവരിൽ നിന്ന് വാങ്ങിയത്. ഏതാണ് ആ കരാറ്? മുജാഹിദ് പണ്ഡിതൻ അമാനി മൗലവി എഴുതുന്നു, ആ കരാറ് സൂറ ആലി ഇമ്രാനിലെ 81-ാമത്തെ ആയത്തിൽ പറഞ്ഞതാണ്. ബിസ്മി സഹിതമാണെങ്കിൽ 82-ൽ വരും. അമാനി മൗലവിക്ക് സംഭവിച്ചത്, അങ്ങനെ പറഞ്ഞത് ഒരു വലിയ വിഡ്ഢിത്തമാണെന്നാണ് സലാം സുല്ലമി പറയുന്നത്. അമാനി മൗലവി അദ്ദേഹത്തിന്റെ നേരെ വാപ്പയാണ്. അതായത് അമാനി മൗലവിയുടെ മകനാണ് സുല്ലമി. അപ്പോ വാപ്പാക്ക് സംഭവിച്ച വിഡ്ഢിത്തമാണെന്ന് മകനാണ് പിന്നെ നീല കിതാബ് എഴുതിയിട്ട് പറയുന്നത്. എവിടെ സംഭവിച്ച വിഡ്ഢിത്തം? മുഹമ്മദ് ബിൻ അഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷയുടെ ആമുഖത്തിൽ എഴുതുകയാണ്. മുഹമ്മദ് ബിൻ അഹമ്മദ് മുജാഹിദീങ്ങൾക്ക് പരിചയമുള്ള ആളാണ്. ഷബാബിന്റെ എഡിറ്ററായിരുന്നു. ശക്തനായ മുജാഹിദ് പണ്ഡിതന്മാരുടെ ആധികാരികമായ കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നു. മർഹൂം മുഹമ്മദ് ബിൻ അഹമ്മദ് പറയുകയാണ്, ഈ അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ മുഴുവൻ ഞാൻ വായിച്ചു നോക്കി. സലഫുകളുടെ വ്യാഖ്യാനമാണ് ഇതിലുള്ളത്. എന്റെ വാക്കാണെങ്കിലും സംഭവമാണ്. ആ സലഫുകളുടെ വ്യാഖ്യാനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പുത്തൻവാദികൾ കൊണ്ടുവരുന്നതൊക്കെയും അപകടങ്ങളാണ്. അത് വായിച്ച് അടുത്ത് അമാനി മൗലവി എഴുതിയ 2 കരാർ 1 എന്ന് പറഞ്ഞത് വായിച്ച് പുതുതായിട്ട് വരുന്ന അദ്ദേഹത്തിന്റെ മകൻ സുല്ലമി പറയുകയാണ്, അത് പൂർവ്വഖണ്ഡിതന്മാർക്ക് പറ്റിയ വിഡ്ഢിത്തമാണ് എന്ന് പറയുമ്പോൾ ഒക്കെപ്പാടെ കൂട്ടി വായിക്കുവാൻ ഈ 3 കിതാബിന്റെയും ഫോട്ടോ കോപ്പി വേണമെങ്കിൽ ഞങ്ങൾക്ക് തരാം. അവസാനം ഏതാണ് ആ കരാറ്? وَإِذْ أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَهُمْ وَمِنكَ, താങ്കളിൽ നിന്ന് കരാറ് വാങ്ങി, നബിമാരിൽ നിന്ന് കരാറ് വാങ്ങി. അതേ സമയത്ത് വൈദ് അഖദല്ലാഹു മീസാഖൻ നബിയീന, ആലിമ്രാനിൽ പറഞ്ഞ കരാറ് അള്ളാഹു മീസാഖ് വാങ്ങി അവരിൽ നിന്ന് പ്രവാചകന്മാരുടേത്. ഇത് അമാനി മൗലവി മാത്രം പറയണ്ട, മീസാഖ് അന്നബീൻ എന്ന് കൂട്ടിച്ചേർത്ത് ഖുർആനിൽ പറഞ്ഞത് 2 സ്ഥലത്താണ്. 25 കരാറുകളെ കുറിച്ച് ഖുർആനിൽ പറയുന്നുണ്ട്. അതിൽ അധികപക്ഷവും നബിമാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതേപോലെ അനുയായികളുമായി ബന്ധപ്പെട്ടതാണ്. അതേ സമയത്ത് നബിമാരിൽ നിന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നബിമാരുടെ സവിശേഷ കരാറിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്താണ് മീസാഖൻ നബിയീൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. അല്ലാഹു ശറഹ ലക്കും മിനദ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് നബിമാരിൽ നിന്ന് കരാർ വാങ്ങി, മറ്റു ചിലരിൽ നിന്ന് വാങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മുഅ്മിനീങ്ങളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ആലി ഇമ്രാനിൽ തന്നെ വേറെ ഒരു കരാറുണ്ട് 188-ാമത്തെ വചനത്തിൽ. എന്നാൽ 82-ാമത്തെ വചനത്തിൽ പറയുന്നത് നേർക്ക് നേരെയുള്ളത് മീസാഖൻ നബിയീൻ, നബിമാരുടെ കരാർ എന്നാണ്. അതെന്താണ്? വൈദ് അഖദല്ലാഹു മീസാഖൻ നബീന, അല്ലാഹു കരാർ വാങ്ങി. ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ, നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും നൽകി കഴിഞ്ഞാൽ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖൻ ലിമാ മഅക്കും,
നിങ്ങളുടെ കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായാൽ എന്ത് ചെയ്യണം? ആട്ടി പറഞ്ഞേക്കണം എന്നല്ല, ഖാതമുൻ നബീൻ ഓതണമെന്നല്ല, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിശ്ചയം നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അദ്ദേഹത്തെ സഹായിക്കണം. അദ്ദേഹത്തിൽ വിശ്വസിക്കണം, സഹായിക്കണം. ഞാനല്ല, അള്ളാന്റെ കലാമാണ്. വലാ തസ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ. അള്ളാഹുവിന്റെ ആയത്തുകൾക്ക് തുച്ഛമായ വില വാങ്ങരുത്, എന്നെ നിങ്ങൾ ഭയപ്പെടുക എന്ന് ജൂതനെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ പറഞ്ഞുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ ജൂതന്മാർ ഉണ്ടാകുമെന്ന് കൂടി നബി തിരുമേനി പറയുന്നുവെങ്കിൽ ആ ആയത്തിന്റെ സംബോധിതർ ഈ ആയത്തിനെ വിറ്റ് വാപ്പാക്ക് വിഡ്ഢിത്തം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകുന്നതല്ലേ എന്ന് നിങ്ങൾ സാവകാശം ചിന്തിച്ചു നോക്കുക. നബി തിരുമേനിയിൽ നിന്ന് കരാറ് വാങ്ങുന്നു, അതേ കരാറ് പ്രവാചകന്മാരിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നു. അത് അവിടെ മാത്രമല്ല, സൗദി അറേബ്യ റാബിത്തത്തുൽ ആലമീൽ ഇസ്ലാമിയാണ് ഞങ്ങളെ കാഫിറാക്കിയത്. അത്രേ അവരെ മുസ്ലിമാക്കിയതാരാ? ഞങ്ങളെ കാഫിറാക്കിയതുവരൊക്കെ അവരാരാ മുസ്ലിമാക്കിയത്? അതാരും ആക്കിയിട്ടില്ലല്ലോ, ഞാൻ തന്നെ മുസ്ലിമാന്നല്ലേ അവർ പറഞ്ഞത്. വേറെ ആരും മുസ്ലിമാക്കിയിട്ടൊന്നുമില്ല. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആ റാബിത്തത്തുൽ ആലമീൽ ഇസ്ലാമിയെ പ്രസിദ്ധീകരിച്ച ഫഹദ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന ഖുർആന്റെ ഉറുദു തർജ്ജമയിലും ഈ ആയത്തിന്റെ താഴെ അടിക്കുറിപ്പ് കൊടുത്തിട്ടുള്ളത് അമാനി മൗലവി കൊടുത്ത അതേ അടിക്കുറിപ്പാണ്. അത് രണ്ട് കരാറും ഒന്നെന്നാണ്. അൽവാഉൽ ബയാൻ എന്ന തഫ്സീറിലും കരാർ ഒന്നെന്നാണ്. ഇമാം റാസിയും ആ കരാറിനെ കുറിച്ച് തന്റെ തഫ്സീർ കബീറിൽ ഉണർത്തിയിട്ടുണ്ട്. അവക്ക ഞാൻ തഫ്സീർ പറയുന്നത് തഫ്സീറിന് വേണ്ടിയല്ല, തഫ്സീർ ആവശ്യമാണെന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അതേ സമയത്ത് രണ്ട് കരാറും ഒന്നാണ്. കരാർ എന്താണ്? മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്നാണ്. വരൂല എന്നാണെങ്കിലോ നബി തിരുമേനി എന്താണ് പറയേണ്ടത്? ഈ ഉമ്മത്തിൽ ഒരു തരത്തിലുള്ള നബിയും വരികയില്ല. അങ്ങനെയല്ല പറഞ്ഞത്. സഹീഹുൽ മുസ്ലിമിൽ ഈ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് 4 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ് അള്ളാഹു അദ്ദേഹത്തിന് വഹി ഇറക്കുമെന്ന് പറഞ്ഞു. ഇത് AP പറയുന്നത് പോലെ ഔലിയാക്കൾക്ക് വഹി ഇറങ്ങുന്ന AP പറഞ്ഞ വഹിയല്ല. അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് വഹി ഇറങ്ങുമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. വേറെ ഒരാൾ പറയുന്ന വഹിയല്ല, അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത് തന്റെ ഉമ്മത്തിൽ വരുന്ന പ്രവാചകന് അള്ളാഹുവിന്റെ വഹി ഇറങ്ങുമെന്ന്. അതേ അദ്ദേഹത്തിലേക്ക് വഹി ഇറങ്ങുമെന്ന് ആ ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഹദീസിന്റെ വ്യാഖ്യാതാക്കൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ വഹി ഇറങ്ങുന്ന ഒരു പ്രവാചകൻ വരുമെന്ന് നബി തിരുമേനി പറയുന്നു. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നബി തിരുമേനിയിൽ നിന്നൊരു കരാർ വാങ്ങുന്നു. കരാർ എന്താണ്? കൂടെയുള്ളതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ദൂതൻ വരുന്നതായാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, സഹായിക്കണമെന്നാണ്. ഇതൊക്കെ പറഞ്ഞു വന്നാൽ, അതായത് അന്നംത അലൈഹിം എന്നത് നബിമാർ ഉൾപ്പെടുന്ന സാലിഹീങ്ങളുടെ വിഭാഗമാണ്. അവരുടെ കൂട്ടത്തിലാണ് നിൽക്കേണ്ടത്. ഞാൻ പറഞ്ഞൊരു ചുരുക്കം അതാണ്. മഗ്ദൂബി അലൈഹിമിന്റെയും ലാലിന്റെയും കൂട്ടത്തിൽ നിൽക്കരുത്. ലാലിനും മഗ്ദൂബി അലൈഹിം നബി വരൂല എന്ന് പറയുന്നവരാണ്. സൂറത്തുൽ മുഅ്മിൻ 35-ാമത്തെ ആയത്ത്, 36-ാമത്തെ ആയത്ത്, 40-ാമത്തെ അധ്യായം. അതേപോലെ ആ അനുഗ്രഹം നബിമാർ എല്ലാ ഉമ്മത്തിനും ഉള്ളതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന വിളംബരം ചെയ്യിച്ചതാണ് സൂറത്തുൽ അഹ്സാബിലുള്ള ആയത്ത്. അത് അള്ളാഹുവിന്റെ ഫദ്ലാണ് എന്ന് സൂറ നിസായിലുള്ള 69-70 വചനങ്ങൾ അതിശക്തമായി പറയുന്ന ആ അനുഗ്രഹത്തിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ജിന്നുണ്ടോ ശൈത്താനുണ്ടോ എന്ന് പള്ളിക്കാട്ടിൽ തിരയാനോ? അതോ മുടിക്ക് സാഫല്യമുണ്ടോ ഇല്ലേ എന്ന് അന്വേഷിക്കുവാനോ? അപ്പൊ അള്ളാഹുവിന് അനുഗ്രഹീത ഗ്രൂപ്പാണിത്. ഇനി അവസാനത്തൊരായുധമുണ്ട്. അള്ളാന്റെ കലാം പറഞ്ഞാൽ പറ്റൂല, നബി തിരുമേനി പറഞ്ഞാൽ പറ്റൂല. ഇനി ലാനബിയ ബാധി വന്നിട്ടില്ലേ? ഖണ്ഡന ഭയവിന്യ പറയുന്നു. ലാനബിയ ബാധി പ്രയുക്തമായ 16 ഹദീസുകളാണ് ഹദീസിന്റെ കിതാബുകളിൽ മുഴുവൻ പരിശോധിച്ചാലും ന്യൂനതകൾ ആരോപിക്കാൻ പറ്റാത്തത് എന്ന് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത്. എന്നാൽ അതിലും 9 ഹദീസുകളുടെ റാവികളിൽ ന്യൂനതകൾ ആരോപിക്കാൻ പറ്റിയതാണെന്ന് തെളിയിക്കാവുന്നതാണ്. എങ്കിലും ലാനബിയ ബഅദി എന്ന പേരിൽ ഒരൊറ്റ ഹദീസും ലോകത്തിൽ ഹദീസിന്റെ ഒരു കിതാബിലുമില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ലാനബിയ ബഅദി എന്ന മാത്രം വാക്യമുള്ള
ഒരൊറ്റ ഹദീസും ലോകത്തൊരു ഹദീസിന്റെ കിതാബിലുമില്ല. മറിച്ച് വലിയ ഒരു ഹദീസിന്റെ നടുക്കുള്ള ഒരു വാക്യമാണ് ലാ നബിയ ബഅദി എന്ന കാര്യം ഓർക്കുക. ഉദാഹരണമായി നബി തിരുമേനി പറയുന്നു, കാനത്ത് ബനൂ ഇസ്രായേൽ തസുസുഹുൽ അംബിയ കുല്ലമാ ഹലക നബിയുൻ ഖലഫഹു നബിയുൻ ലാ നബിയ ബഅദി. ബനൂ ഇസ്രായേൽ ഒരു നബി മരിച്ചാൽ അടുത്ത നബിയാണ് അദ്ദേഹത്തിന്റെ സാരഥ്യത്തിൽ വന്നിരുന്നത്, എന്നാൽ എനിക്ക് ശേഷം നബിയില്ല. ബനൂ ഇസ്രായേൽ ഒരു നബി കഴിയുമ്പോൾ അടുത്ത സാരഥ്യം വഹിക്കുന്നത്, ഖലീഫയായി വരുന്നത്, അദ്ദേഹത്തിന്റെ പിന്നിൽ വരുന്ന സാരഥ്യം വഹിക്കുന്നത് ഒരു നബിയാണെങ്കിൽ എനിക്ക് ശേഷം നബിയില്ല. അതിന്റെ അർത്ഥം ഖിയാമത്ത് വരെ നബിയില്ല എന്നാണോ? അല്ല. സയകൂനു ഖുലഫാ, എനിക്ക് ശേഷം ഖലീഫമാരുണ്ടാകും. മൗദൂദി സാഹിബ് ഈ ഹദീസ് എഴുതുമ്പോൾ സയകൂനു ഖുലഫാ എന്ന വാക്കിന്റെ ഹൽക്കിൽ പിടിച്ച് അതാണ് മാറ്റിവെച്ചു. കാരണം അത് മുറിക്കുകയല്ല, നിവൃത്തിയില്ല. ഖത്തമുൻ നുബുവത്ത് ഒരു തമാശ എഴുതിയല്ല, ഈ വിഷയത്തിൽ എഴുതിയ കിതാബാണ്. അത് സയകൂനു ഖുലഫാ എന്ന് എഴുതിയാൽ അതിനുശേഷം ഫഫൂ ബിബൈഅത്തിൻ, അവരോട് ബൈഅത്ത് ചെയ്യണമെന്ന് കൂടിയുണ്ട്. തുടർന്ന് വീണ്ടും ഹദീസിന്റെ സഹീഹുൽ ബുഖാരി കിതാബുൽ അംബിയ ബാബു മാ ദുകിറ അൻ ബനി ഇസ്രായേൽ. അപ്പൊ ബുഖാരിയിലുള്ള ഈ ഹദീസിന്റെ ഒരു കഷ്ണം മാറ്റിയത് എന്തിനാണ്? അത് നിങ്ങൾ മനസ്സിലാക്കണം. നബി ഉണ്ടാവുകയില്ല, ഉണ്ടാവുക ഖലീഫമാരാണെന്ന് പറഞ്ഞു. അപ്പൊ ഖലീഫ അല്ലല്ലോ. ഖലീഫയെ കുറിച്ച് മൗദൂദി സാഹിബിന് പറയാനുള്ളത് എന്താണ്? ഖലീഫ എന്ന് പറയുന്നത് ഖിലാഫത്തിൻ അലാ മിൻഹാജിൻ നുബുവത്ത് മുമ്പുണ്ടായിരുന്നു. അതിനുശേഷം അവസാനത്തിൽ ഖിലാഫത്ത് അലാ മിൻഹാജിൻ നുബുവത്ത് ഉണ്ടാകും. അതിന്റെ ഇടയിലുണ്ടായ കാലഘട്ടങ്ങൾ, 4 ഘട്ടങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അടിക്കുറിപ്പ് കൊടുക്കുകയാണ്. ഈ ഹദീസിൽ പറഞ്ഞ 5ഉം തെളിഞ്ഞു കഴിഞ്ഞു. 6ാമത്തെ ഖിലാഫത്ത് അലാ മിൻഹാജിൻ നുബുവത്ത് ഇനി ഉണ്ടാകാനിരിക്കുന്നു. അതറിയാവുന്ന ഒരാൾക്ക് സയകൂനു ഖുലഫാ, ഖുലഫാക്കളാണ് അടുത്ത കാലത്ത് ഉണ്ടാവുക എന്നെഴുതാൻ പ്രയാസമുണ്ടാകും. അപ്പൊ ഖലീഫമാര് വരുന്ന കാലഘട്ടത്തിൽ അവർ നബിമാരല്ല എന്നാണ് പറഞ്ഞത്. അറബി അറിയുമെങ്കിൽ അറിയാം, മുദാരിയായ ഫെയിലിന്റെ കൂടെ സീന് അല്ലെങ്കിൽ സൗഫ എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ, സൗഫ എന്ന് പറയുമ്പോൾ അടുത്ത കാലത്തുണ്ടാകുന്ന, അടുത്ത കുറച്ച് ദൂരത്തിലുണ്ടാകുന്ന കാര്യമാണെങ്കിൽ സീന് കൂട്ടിച്ചേർത്ത് പറഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്നതാണെന്ന്. കൂടുതൽ പോകേണ്ട. വിഡ്ഢികളായ സമൂഹം പറയും അവരുടെ ഉണ്ടായിരുന്ന ഖിബലയിൽ നിന്ന് ആരാണ് അവരെ പിന്തിരിപ്പിച്ചത് എന്ന്. നബി തിരുമേനി ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുമ്പോൾ അവിടെ നിന്ന് തിരിഞ്ഞ് മക്കയിലേക്ക് തിരിഞ്ഞപ്പോൾ, കഅബയിലേക്ക് തിരിഞ്ഞപ്പോൾ വിഡ്ഢികളായ സമൂഹം പറഞ്ഞു, എന്തിനാണ് ഈ ഖിബല മാറിയത് എന്ന്. അത് പറയുമെന്ന് പറയുമ്പോൾ സയഖൂലു, ഉടനെ പറയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, ആരും പറയുന്നില്ല, ആർക്കും അത് അറിയുന്നില്ല. ഉടൻ നടക്കുന്ന സംഭവത്തെ കുറിച്ചാണ് അത് പറയുന്നത്. അത് നബി തിരുമേനി തന്നെ പറഞ്ഞു, 30 കൊല്ലക്കാലമാണ് എന്റെ ഖിലാഫത്ത് എന്ന്. ആ കാര്യത്തെ കുറിച്ച് പറയുന്ന നബി തിരുമേനി, എന്റെ ശേഷം 30 കൊല്ലക്കാലമാണ് ഖിലാഫത്ത് എന്ന് പറയുന്ന നബി തിരുമേനി സയകൂനു ഖുലഫാ എന്ന് പറയുമ്പോൾ ആ ഖിലാഫത്ത് ഖിയാമത്ത് വരെയല്ല, നബി തിരുമേനി പറഞ്ഞതനുസരിച്ചാണ്. അപ്പൊ ലാ നബിയ ബഅദി എന്ന് പറഞ്ഞ അതേ ശ്വാസത്തിൽ പറഞ്ഞ സയകൂനു ഖുലഫാ എന്ന് പറയുമ്പോൾ ആ സയകൂനു ഖുലഫാ, ഖുലഫാക്കൾ ഉണ്ടാകുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ലാ നബിയ ബഅദി എന്ന് പറഞ്ഞത്. അല്ലാതെ ഖിയാമത്ത് വരെ ലാ നബിയ ബഅദി എന്ന് നീട്ടിപ്പോയാൽ നബി തിരുമേനി നബിയുള്ളയായിട്ട് വരുമെന്ന് പറഞ്ഞ ആളും നബി അല്ല എന്ന് പറയേണ്ടി വരും. ലാ നബിയ ബഅദിക്ക് നബി തിരുമേനി അടിവരയിട്ടു. അതേ ഹദീസിന്റെ താഴെയുള്ള ഹദീസ്, ഈ ലാ നബിയ ബഅദിയുടെ താഴെയുള്ള ഹദീസ്, അതേ ബുഖാരിയിലുള്ള ഹദീസ്, ലൈസ ബൈനി വ ബൈനഹു നബിയുൻ, എനിക്കും വരാനിരിക്കുന്ന മസീബിനും മറിയമിനും ഇടയിൽ നബിയില്ല. മുസ്ലിമിൽ ഈ ഹദീസ് 3 പ്രാവശ്യം, ബുഖാരിയിൽ 2 പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ലാ നബിയ ബഅദി എന്ന് നബി തിരുമേനി പറഞ്ഞാൽ നബി തിരുമേനി അടിവരയിട്ട് ഒരു മാർജൻ വരച്ചിട്ടുണ്ട്, ഇതിന്റെ അപ്പുറത്താണ് നബി. അപ്പൊ അപ്പുറത്തും നബി ഇല്ല എന്ന് പറയണമെങ്കിൽ നബി തിരുമേനിയുടെ അറിവിനേക്കാൾ കൂടുതൽ തനിക്ക് വിവരമുണ്ട് എന്ന് പറയേണ്ടി വരും. നബി തിരുമേനി എന്താണ് പറഞ്ഞത്? ലൈസ ബൈനി വ ബൈനഹു നബിയുൻ, എനിക്കും വരാനിരിക്കുന്ന മസീബിനും മറിയമിനും ഇടയിൽ നബിയില്ല. പക്ഷെ ഇവരെന്താണ് പറയുന്നത്? ഒരു നബിയില്ല. മറ്റൊന്നൊരു മൂലക്കല്ലുണ്ട്. കുറച്ചൊരു സമയം എടുക്കും, ഞാൻ ഉടനെ നിർത്തും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, മസലി വ മസലുൽ അംബിയാ കമസലി ഖസ്റിൻ, മറ്റൊരു ഹദീസിൽ കമസലി ബുൻയാനിൻ. സഹീഹ് തിർമിദിയിലും സഹീഹ് ബുഖാരിയിലും
സഹീഹ് മുസ്ലിമിലും വന്ന ഹദീസാണിത്. മറ്റു ഹദീസിന്റെ കിതാബുകളിലുമുണ്ട്. സിയാസിത്തയുടെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരുടെയും നില ഒരാൾ ഒരു കെട്ടിടമുണ്ടാക്കിയതുപോലെയാണ്. ഫഅഹ്സന ബുനിയാനഹു, ആ കെട്ടിടം വളരെ ഭംഗിയായി ഉണ്ടാക്കി. അതിൽ ഫതുരിക മൗദിഅ ലിബ്നത്തിൻ, അതിൽ ഒരു ഇഷ്ടിക ഒഴിവാക്കി. അതിനു മുമ്പുണ്ടായിരുന്ന സംഭവം, ആളുകൾ ഫതാഫന്നുല്ലാറു, ആളുകൾ അതിനെ കാണുന്നതിന് വേണ്ടി വന്നുകൊണ്ടിരുന്നു. അവർ അതിൽ അത്ഭുത പരതന്ത്രരായി. അഹ്സന ബുനിയാനഹു, എത്ര ഉത്തമമായിട്ടുള്ള ബുനിയാനാണെന്ന് അവർ പറഞ്ഞു, എത്ര ഉത്തമമായ കെട്ടിടമെന്ന് പറഞ്ഞു. എന്നാൽ ആ ഒഴിവാക്കപ്പെട്ട ഇഷ്ടികയെ കുറിച്ച് അവർ ആവലാതിപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ഇഷ്ടിക ഇല്ലാതിരിക്കുന്നു. അപ്പൊ നല്ലൊരു കെട്ടിടം, അതിലൊരു ഇഷ്ടിക കുറവേ. അങ്ങനെ ഞാൻ വന്നു, ഞാനാണ് ആ ഇഷ്ടിക പൂർത്തീകരിച്ചത്. ഞാനാണ് ഖാത്തമുൻ നബിയീൻ, ലാ നബിയ ബാദി, എനിക്ക് ശേഷം പ്രവാചകനില്ല. അപ്പൊ ഇനി എവിടുന്നാ നബി വന്നെന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇനി നബി എവിടുന്ന് വരും? ഞാൻ ഖാത്തമുൻ നബിയീനാണ്, ലാ നബിയ ബാദി, എനിക്ക് നബി ഇല്ല. ആദ്യം തിരിച്ചു ചോദിക്കാനുള്ളത്, ഒരു ഇഷ്ടിക അതിന്റെ ഇടയിൽ നിന്ന് എടുത്തിട്ട് ആകാശത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് രണ്ടാമത് തിരിച്ചു വരുമ്പോൾ എവിടെ ഇടുമോ അവിടെ ഇട്ടാൽ മതി. ബിരുദാസാന് വേറെ എവിടെ ഇടണ്ട. അത് ഈസാ നബിയാകുന്ന ഒരു ഇഷ്ടിക ഇവിടുന്ന് കെട്ടിവെച്ച ആൾക്കാർ ഭൂമിയിലല്ല നോക്കിയത്. ഒന്നെടുത്ത് മേലെ വെച്ചിട്ടുണ്ട്, അത് വെക്കുന്ന സ്ഥലത്ത് വെച്ചാൽ മതി. അടുത്തത്, ഹദീസിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് എന്ന് പറയുന്ന ഹദീസിലെ ബുഖാരിയിലുള്ള ഹദീസിന്റെ 2 റാവിമാരും തിരുമീദിയിലുള്ള ഹദീസിന്റെ 3 റാവിമാരും 3 വിധത്തിലാണ് ഈ ഹദീസ് നിവേദനം ചെയ്തിട്ടുള്ളത്. ആ 3 തുറത്തിൽ 3 വഴിയിൽ വന്നിട്ടുള്ള ഹദീസിലുള്ള 3 റാവിമാര് ലഈഫാണ്. അപ്പൊ ലഈഫായ ഒരു ഹദീസാണ് മുമ്പോട്ട് വെക്കാനുള്ളത്. ഞാൻ ഹദീസ് നിദാന നിരൂപണ ശാസ്ത്രം അനുസരിച്ച് മാത്രമാണ് പറയുന്നത്. ഹദീസിനെ നിഷേധിക്കുകയല്ല, അതിനർത്ഥം പറയാം, ഉള്ളതാണ് ഹദീസ്. പക്ഷേ ഹദീസ് നിദാന നിരൂപണ ശാസ്ത്രപ്രകാരം 3 വഴിയിൽ നിവേദനം ചെയ്യപ്പെട്ട ഈ 3 വഴിയിലുമുള്ള റാവിമാരിൽ 2 റാവിമാരുടെ പേരുണ്ട്. 2 റാവിമാരും ലഈഫാണ്. അപ്പോൾ അവരുടെ ഭാഷയിൽ, പ്രത്യേകിച്ച് മുജാഹിദികളുടെ ഭാഷയിൽ, ഇത് കള്ള ഹദീസാണ്, ലഈഫായ ഹദീസാണ്. നോട്ടല്ലേ എന്ന് ചോദിച്ചാൽ കള്ളനോട്ടാണെന്ന് പറഞ്ഞാൽ എന്നാലും നോട്ടല്ലേ എന്ന് ആരെങ്കിലും പറയോ? അപ്പോൾ ഹദീസ് പ്രാമാണ്യയോഗ്യമല്ല. എന്നാൽ ഞാൻ പറയുന്നത് പ്രാമാണ്യയോഗ്യമായി ഞങ്ങൾ അംഗീകരിക്കുന്നു. കാരണം ബുഖാരിയുടെ ശറഹ് എഴുതിയ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി തന്റെ ശറഹുൽ ബുഖാരി ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതിൽ പറഞ്ഞത് ഖാത്തമുൻ നബിയീൻ എന്നാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന ഖാത്തം കുൻതു ഖാത്തമുൻ നബിയീന വ അന്ന ആദമുൻ മുൻജദുൻ ബൈനൽ മായി വത്തീൻ. സഹീഹുൽ ബുഖാരിയുടെ ശറഹായ ഫത്ഹുൽ ബാരിയിൽ അല്ലാമ ഇബ്നു ഹജർ അസ്കലാനി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിന്റെ താഴെ അടിക്കുറിപ്പ് കൊടുക്കുന്നു, നബി തിരുമേനി തങ്ങൾ പറഞ്ഞു, ഞാൻ ഖാത്തമുൻ നബിയീനാണ് എന്നു മുതൽ ആദം മണ്ണിലും വെള്ളത്തിലുമായിരുന്ന കാലഘട്ടം മുതൽ ഞാൻ ഖാത്തമുൻ നബിയീനാണെന്ന്. നബി തിരുമേനിയുടെ ഹദീസിന് നബി തിരുമേനി നൽകിയ വ്യാഖ്യാനം ഹദീസിന്റെ പണ്ഡിതന്മാർ, അത് ഇബ്നു ഹജർ അസ്കലാനിയെ പോലുള്ള ആളുകൾ എഴുതുമ്പോൾ അതിനെതിരായിട്ട് അർത്ഥം പറയാനുള്ള ആർജവം എവിടെ നിന്നാണ് നിങ്ങൾക്കുണ്ടായത്? ഇബ്നു ഹജർ അസ്കലാനി മറ്റൊരു കാര്യം കൂടി പറയുന്നു, തന്റെ അഭിപ്രായം. ഞാൻ ആദ്യം അത് എടുത്തു വെച്ചത് നബി തിരുമേനി പറഞ്ഞത് വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം വ്യാഖ്യാനം അദ്ദേഹം പറയുന്നു, ഇവിടെ ഈ ബുനിയാൻ ഇവിടെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ശരീഅത്ത് ആകുന്ന കെട്ടിടത്തിന്റെ അവസാനമാണ് എന്നാണ്. പൂർവകാലത്തുള്ള പ്രവാചകന്മാർ കൊണ്ടുവന്ന ശരീഅത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ശരീഅത്തുകളാണെങ്കിൽ ഇത് സർവസമ്പൂർണമായ ശരീഅത്തായതുകൊണ്ട് ശരീഅത്താകുന്ന കെട്ടിടത്തിന്റെ അവസാനത്തെ ഇഷ്ടികയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇബ്നു ഹജർ അസ്കലാനി തന്റെ വ്യാഖ്യാനവും അവിടെ എഴുതി വെക്കുന്നു. നബി തിരുമേനിയുടെ വ്യാഖ്യാനം ആദം നബി മുതലേ നബി തിരുമേനി ഖാത്തമുൻ നബിയീനാണ് എന്നും എഴുതി വെക്കുന്നു. അപ്പോൾ അതൊന്നും പറയൂല. തഫ്സീറിന്റെ കിതാബ് പറഞ്ഞ ഉലമാക്കൾ മനസ്സിലായിട്ടില്ലേ എന്നാ ചോദിക്കണേ. അള്ളാന്റെ റസൂലിനെക്കാണ് വലിയ ആലിമോ? അതാണെന്നായിരുന്നു വാദം അബൂജഹലിന്. അള്ളാന്റെ റസൂലിനെക്കാണ് വലിയ ആലിമാണ് താനെന്ന്, താൻ അബുൽ ഹിക്കമാണെന്നാണ് വാദിച്ചത്. പക്ഷേ ചരിത്രം തെളിയിച്ചത് അബൂജഹൽ എന്നാണെന്ന്.
അവ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വ്യാഖ്യാനത്തെ ഒഴിവാക്കിക്കൊണ്ട് താൻ ആലിമാണെന്ന് പറഞ്ഞാൽ അവർക്കും ചരിത്രത്തിന്റെ ചവറ്റുകുട്ടകളിലുള്ള അബൂജഹലിന്റെ സ്ഥാനമേ ലഭിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ ഹദീസിന്റെയും കഥ ഇതാണ്. ഇനി മുഫസ്സിരീങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്, അതുകൂടെ പറഞ്ഞു നിർത്തുകയാണ്. മുഫസ്സിരീങ്ങളിൽ അഗ്രഗണ്യനായ നബി തിരുമേനി പറഞ്ഞതാണ്. ഞാൻ 2 ഹദീസുകൾ നേരത്തെ വെച്ചത്, അവസാനം വെച്ച 3ാമത്തെ ഹദീസ് നബി തിരുമേനി ഖാത്തമുൻ നബീൻ എന്താണെന്ന്. നബി തിരുമേനി ഖാത്തമുൻ നബീൻ എന്ന വാക്ക് തന്നെ എടുത്തുദ്ധരിച്ച് പറഞ്ഞ 3 ഹദീസുകൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, അലിയെ കുറിച്ച്, ആദം നബി മുതലുള്ള പ്രവാചകന്മാരെ കുറിച്ച് നബി തിരുമേനി പറഞ്ഞ 3 ഹദീസുകൾ വെച്ചു. അതുകൂടാതെ നബി തിരുമേനി പറഞ്ഞ മുസ്ലിമിൽ വന്ന ഹദീസ് വരാനുള്ള ഒരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞതും വെച്ചു. അതിനേക്കാൾ വലിയ മുഫസ്സിർ വേറെ ആര് വേണം? ഖുർആന്റെ ആയത്തിന് അല്ലാഹു തആല നൽകിയ വ്യാഖ്യാനമാണ് അതിനു മുമ്പ് 3 ആയത്തുകൾ ഓതി വെച്ചത്. 4ാമത്തെ ആയത്ത് വ റസൂല എന്നുള്ള ആയത്തും മുൻ പ്രസംഗകൻ പറഞ്ഞ യാ ബനി ആദമ എന്ന ആയത്തും ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ആയത്തുകൾ വേറെയുമുണ്ട്. നബി വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലാലിങ്ങളുടെ അഖീദയാണ്, ലലാലത്തിന്റെ അഖീദയാണെന്ന് ഖുർആൻ പറഞ്ഞത് വെച്ചു. അതൊക്കെ ഒഴിവാക്കി ഇനിയും മുഫസ്സിർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു മുഫസ്സിർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവസാനത്തെ നബി എന്ന് എഴുതിയ ഏതെങ്കിലും ഒരു മുഫസ്സിറിന്റെ പേര് നിങ്ങൾ പറയുക. ആ മുഫസ്സിർ തന്നെ വരാനിരിക്കുന്ന പ്രവാചകൻ ഈസാ ഇബ്നു മറിയം ഉണ്ട് എന്നും എഴുതിയത് എടുത്തു കാണിക്കുവാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ മുഫസ്സിരീങ്ങൾ ആരും തന്നെ ഉമ്മത്തിൽ ഒരു നബി വരാനില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉമ്മത്തിൽ ഒരു നബി വരാനുണ്ട്, അത് നബി തന്നെയാണ്. പക്ഷേ മുഹമ്മദ് നബിയുടെ ഖാത്തം എന്ന് പറഞ്ഞത് അതിന്റെ അവസാനം ആ നബി വരുന്നത് ഉൾപ്പെട്ടിട്ടുള്ള ഖാത്തമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേ സമയത്ത് അതിൽ സംശയം വേണ്ട എന്ന് കരുതി മുഫസ്സിരീങ്ങൾ വളരെ ശക്തമായി തന്നെ പറഞ്ഞു, ഖാത്തമുൻ നബിയ്യീൻ എന്നതിന് അർത്ഥം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിനെ മാറ്റുന്ന ഐമാ യുശർരിഉ മിൻ ബഅദി, എനിക്ക് ശേഷം വേറെ ഒരു ശരീഅത്തുമായി വരുന്ന ഒരു പ്രവാചകനില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. സമയത്തിന്റെ പരിമിതിയാണ് എന്നെ അത് ഉദ്ധരിക്കാൻ അനുവദിക്കാത്തത്. ഹദറത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഖൂലു ഇന്നഹു ഖാതമുൽ അംബിയാ വലാ തഖൂലു ലാ നബിയ ബഅദി. നിങ്ങൾ അദ്ദേഹത്തെ ലാ നബിയ ബഅദി എന്ന് പറയണ്ട, അദ്ദേഹത്തിന് ശേഷം ഒരു വിധത്തിലുള്ള നബിയില്ല എന്ന് പറയണ്ട, അദ്ദേഹത്തെ ഖാതമുൽ അംബിയാ എന്ന് പറഞ്ഞുകൊള്ളുക. ഖാത്തമിന് അവസാനത്തെ നബി എന്നാണ് അർത്ഥമെങ്കിൽ അദ്ദേഹത്തിന് അവസാനത്തെ നബി എന്ന് പറയണ്ട എന്നല്ല അദ്ദേഹത്തിന് ശേഷം ഖൂലു ഇന്നഹു ഖാതമുൽ അംബിയാ, നിങ്ങൾ അദ്ദേഹത്തെ അവസാനത്തെ നബി എന്ന് പറഞ്ഞുകൊള്ളുക. വലാ തഖൂലു ലാ നബിയ ബഅദി, അദ്ദേഹത്തിന് ശേഷം നബിയില്ല എന്നും പറയണ്ട. അപ്പൊ ലാ നബിയ ബഅദി എന്നുള്ളതും ഖാത്തമുൽ അംബിയ എന്നുള്ളതും രണ്ടും ഒരർത്ഥമാണോ? നിങ്ങൾ പറയുക ഖാത്തമുൽ അംബിയ ലാ നബിയ ബഅദി എന്ന് പറയേണ്ടതാണോ? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു പറയേണ്ടതാണ്. അല്ല, ലൈസ ഖൗലിഹാ ഖൗലൻ നബി സല്ലല്ലാഹു നാഖിലൻ ബിഖൗലിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഈ ഖൗൽ നബി തിരുമേനിയുടെ ഖൗലിന് വിരുദ്ധമല്ല എന്ന് ഇബ്നു ഖതീബയെ പോലുള്ള ആലിമീങ്ങൾ ഈ ഹദീസ് ഉദ്ധരിച്ചെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിച്ചത് നബി തിരുമേനിയുടെ ഉമ്മത്തിൽ വരാനിരിക്കുന്ന ഒരു പ്രവാചകൻ ഉണ്ട് എന്ന കാരണത്താലാണ് ഇനി ഒരു നബി ഇല്ല എന്ന് പറയരുത്, ഖാത്തമുൻ നബീൻ എന്ന് പറഞ്ഞു. ഇനി ഒരു നബി ഉണ്ട്, ആ വിധത്തിലാണ് ഖാത്തമുൻ നബീൻ എന്ന് പറയണമെന്നാണ് പഠിപ്പിച്ചത്. അപ്പൊ നബി ദുറുൽ മൻസൂർ എന്ന കിതാബിലും അതേപോലെ ബിഹാറുൽ അൻവാർ എന്ന കിതാബിലും ഈ ഹദീസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ദുറുൽ മൻസൂർ ഇവിടെ കണ്ണൂര് സിറ്റിയിലുള്ള അഹ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ ലൈബ്രറിയിലുണ്ട്, വേണമെങ്കിൽ അവിടെ ചെന്ന് നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് സകല വിധത്തിലുള്ള ആത്മീയ അനുഭൂതികളും ലഭ്യമാണ്. നുബുവത്ത് എന്ന പദത്തിനർത്ഥം ഗൈബിയായ പരോക്ഷമായ വാർത്ത, പരോക്ഷമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിയിപ്പ് എന്നാണ് അർത്ഥം. പരോക്ഷമായ അറിവുകളെ ലോകത്തിന് നൽകിയവരാണ് നബിമാർ. ആ പരോക്ഷമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം ഇന്നേ വരെ ഹിദായത്തിൽ ചരിച്ചിട്ടുള്ളത്. ആ പരോക്ഷമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം ആത്മീയമായ അനുഭൂതി നുകർന്നിട്ടുള്ളത്. ആ പരോക്ഷമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം അള്ളാഹുവിനെ കണ്ടിട്ടുള്ളത്, അള്ളാഹുവിന്റെ മാരിഫത്തുകൾ ലഭിച്ചിട്ടുള്ളത്, അള്ളാഹുമായി ബന്ധം പുലർത്തിയിട്ടുള്ളത്, അള്ളാഹുമായി സംവദിച്ചിട്ടുള്ളത്.
ആ പരോക്ഷമായ അറിവുകളെ നിഷേധിച്ച സമൂഹമാണ് അള്ളാഹുവിൽ നിന്ന് വിദൂരമായത്, പ്രവാചകന്മാരെ നിഷേധിച്ചത്, നരകത്തിന്റെ അവകാശികളായത്, സ്വർഗത്തെ നിഷേധിച്ചത്, വിധിയെ നിഷേധിച്ചവർ. ഇത് രണ്ടുമല്ലാത്ത ചരിത്രം ലോകത്ത് ഏതെങ്കിലും ആത്മീയമായി അവകാശപ്പെടുന്ന, ദൈവികമെന്ന് അവകാശപ്പെടുന്ന ഏതെങ്കിലും ഒരു കിതാബിലുണ്ടോ? ഇല്ലെങ്കിൽ ഇനി അള്ളാഹുവിൽ നിന്നൊരു അറിയിപ്പും ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഒരു ഗ്രൂപ്പിനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഗ്രൂപ്പിനെ കുറിച്ച് ദൈവികമായ ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ, ഖുർആനിൽ മാത്രമല്ല ലോകത്തുള്ള ഏതെങ്കിലും ദൈവിക ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ചുള്ള പരാമർശമുണ്ടോ? വെറും ആവേശവും വികാരവുമല്ല, സത്യത്തിന്റെ ശക്തി ഖുർആന്റെ ശക്തിയാണ്. ആ ശക്തിയിലെ ജീവിതത്തിൽ വിജയമുള്ളൂ, ആ ശക്തിക്ക് നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പരലോകത്തെ മറന്നുകൊണ്ട് ജീവിക്കലാണ് ഈ ലോകത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം. ഈ ലോകത്ത് അന്ധനായിട്ടുള്ളവൻ പരലോകത്തും അന്ധനായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുമ്പോൾ, ഈ ലോകത്ത് വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ, ഈ ലോകത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ, ഈ ലോകത്ത് വിശുദ്ധ ഖുർആന് മഹത്വം നൽകിയാൽ, ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ ആദരിച്ചാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ ആദരിച്ചാൽ, വാനലോകത്ത് അവർ ആദരിക്കപ്പെടും, വാനലോകത്ത് അവർ വാഴ്ത്തപ്പെടും, പരലോകം അവർക്കുള്ളതാണ്. അല്ലെങ്കിൽ അവർ ഖാസിരീങ്ങളിൽ, ഇത് കിട്ടിയതിനു ശേഷം നഷ്ടപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്ന് ഖുർആൻ ആവർത്തിച്ചു പറയുന്നു. അത്തരത്തിലുള്ള ആളുകൾ, അള്ളാഹുവിൽ നിന്ന് വരുന്നവരെ നിഷേധിക്കുന്ന ആളുകളെ കുറിച്ച് ഖുർആൻ പ്രയോഗിച്ച ശക്തമായ 3 പദങ്ങൾ ലാലിം എന്നാണ്. ഒന്ന്, അക്രമി. വെക്കേണ്ട സ്ഥാനത്ത് നിന്ന് സാധനം എടുത്ത് വേറെ സ്ഥലത്ത് വെക്കുന്നവൻ, തലയിൽ വെക്കേണ്ട തൊപ്പിയെടുത്ത് കാലിൽ വെക്കുന്നവൻ, കാലിൽ വെക്കേണ്ട ചെരുപ്പെടുത്ത് തലയിൽ വെക്കുന്നവൻ, അതാണ് ലാലിം. അള്ളാഹുവിന്റെ കലാമും അള്ളാഹുവിന്റെ റസൂലിന്റെ കലാമും വെക്കേണ്ട സ്ഥാനത്ത് നിന്ന് എടുത്തു വെച്ചാൽ ലാലിമായി മാറും. അതല്ലെങ്കിൽ ഫാസിഖ്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ, അവന്റെ വരിഷ്ഠദാസന്മാരെ ആരാണോ അവഗണിക്കുന്നത് അവർ ദുർവൃത്തമായ ജീവിതത്തിലേക്കാണ് പോകുന്നത്, അവൻ ആജ്ഞാലംഘകരായി മാറും. മറ്റൊരു പദം പ്രയോഗിച്ചത് ഖാസിരീൻ, ലഭിച്ചിട്ടുള്ള സർവസ്വവും നഷ്ടമായിട്ടുള്ളവർ. അവർക്കുള്ളതാണ് അദാബ്. അദബ് എന്ന് പറഞ്ഞാൽ മാധുര്യം, ജീവിതത്തിന്റെ മാധുര്യം നഷ്ടപ്പെടലാണ് യഥാർത്ഥത്തിലുള്ള അദാബ്. അതേ സമയത്ത് വിഷമങ്ങളും ദുഃഖങ്ങളും ആക്ഷേപങ്ങളും ഊരുവിലക്കുകളും പന്തിവിലക്കുകളും ബഹിഷ്കരണങ്ങളും അവജ്ഞകളും എല്ലാം അവഗണിച്ചുകൊണ്ട് അല്ലാഹുവാണ് എന്റെ റബ്ബ്, അതല്ലാതെ എനിക്ക് മറ്റൊരു റബ്ബുമില്ല, സകല ഇലാഹുകളെയും നിഷേധിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ പാദങ്ങളെ പിൻപറ്റി പ്രവാചകന്മാരുടെ കൂടെ നിന്ന് നിശ്ചയം നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുക, അദ്ദേഹത്തെ സഹായിക്കുക എന്ന് പറഞ്ഞ കൽപ്പനയനുസരിച്ച് നടന്നവരാണ് ഇഹപര വിജയങ്ങൾ കൈവരിച്ചത്. ഒരു കാലത്ത് ചുട്ടുപഴുത്ത മണലിലൂടെ നെഞ്ചത്ത് പാറക്കല്ല് കയറ്റി വെച്ച് വലിച്ചിഴക്കുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ കൂടെ നിൽക്കുകയും പ്രവാചകന്റെ കൂടെ നിൽക്കുകയും ചെയ്ത ബിലാല് സയ്യിദിന ബിലാലായി. അന്നത്തെ അബുൽ ഹിക്മത്തിന്റെ പണ്ഡിതനായിരുന്ന വാപ്പയായിരുന്ന അംറു ബിൻ ഹിഷാം അതിന് നേതൃത്വം നൽകിയെങ്കിൽ അയാൾ പിൽക്കാലത്ത് അബൂജഹലായി. അള്ളാഹു നമ്മെ അബൂജഹലാക്കാതെ സയ്യിദിന ബിലാലിന്റെ പാത പിന്തുടരുവാനുള്ള സൗഭാഗ്യം തന്നനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ വറഹ്മത്തുക.